من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يا مالك الملك ما لي من نلوذ به سواك عند نزول الكرب والنقم أدعوك وحدك يا من لا شريك له دعاء معترف بالذنب والندم يا واحدا صمدا يا ماجدا أبدا يا حافظا رازقا للخلق كلهم برئت من مشرك غاو وذي شبه وكل مبتدع في الدين متهم يا رب فاهد حيار المسلمين وهب رشدا لهم واكفهم من فتنة الأمم അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന ഈ മഹത്തായ സമ്മേളന നഗരിയിൽ തലശ്ശേരിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ വിജ്ഞാന വേദിയിൽ വന്നുചേർന്നിട്ടുള്ള എന്റെ സഹപ്രവർത്തകരെ, പണ്ഡിത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും ഇസ്ലാഹ് റേഡിയോയിലൂടെയും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുകയും അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിച്ച് സംസ്കരിച്ച് മുന്നോട്ട് പോകുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വീണത്, നീ എവിടെ ജനിക്കണം, ഏത് രാജ്യത്ത് ജനിക്കാനാണ് നീ താൽപര്യപ്പെടുന്നത് എന്ന ഒരന്വേഷണം ആരോടെങ്കിലും മുൻകൂറായി നടത്തിയിട്ടല്ല. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീൻ തീരുമാനിച്ചതനുസരിച്ച്
അവന്റെ മാത്രം ഇഷ്ടപ്രകാരം, അവന്റെ മാത്രം തീരുമാനപ്രകാരം എവിടെയാണോ നാം ആരുടെ ഏതു മാതാവിന്റെ ഉദരത്തിൽ നിന്നാണോ ഈ ഭൂമിയിൽ പിറന്നു വീഴേണ്ടതെങ്കിൽ അല്ലാഹുവിന്റെ ആ തീരുമാനപ്രകാരം മാത്രം ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുകയാണുണ്ടായത്. നമ്മുടെ ജനനം ഇങ്ങനെ തന്നെയാണെന്നെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും ഇനി നമ്മുടെ മരണവേളയും ഉണ്ടാവുക. നീ എവിടെ വെച്ച് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? എവിടെ നിന്റെ ഖബറൊരുങ്ങണം എന്നാണ് നീ താൽപര്യപ്പെടുന്നത്? ഒരന്വേഷണവും ആരോടും ഉണ്ടാവില്ല. അല്ലാഹു തീരുമാനിക്കുന്ന സമയം, അല്ലാഹു തീരുമാനിക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടും. ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ അല്ലാഹു നിർണയിച്ചിട്ടുള്ള ആ പ്രദേശത്തേക്ക് എവിടെ വെച്ചാണോ നമ്മുടെ റൂഹ് പിടിക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നാം എത്തിപ്പെടും. അല്ലാഹു നമ്മുടെ എല്ലാം അന്ത്യം നന്നാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണതിൽ എന്റെയോ നിങ്ങളുടെയോ ഇഷ്ടങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇനി ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്ന നേരത്തും നമ്മുടെ ആരുടെയും ഇഷ്ടങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ, നമ്മുടെ ജനനം, നമ്മുടെ മരണം അതാരുടെ തീരുമാനത്തിലാണോ നടക്കുന്നതെങ്കിൽ ആ അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ ഇഷ്ടത്തിനും അവന്റെ തൃപ്തിക്കും അവൻ തീരുമാനിച്ച നിയമങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള നമ്മുടെ ഈ ദുന്യാവിലെ ജീവിതവും. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും, എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം മുന്നോട്ട് പോകും. അങ്ങനെ പറയാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല, അവകാശമില്ല. കാരണം ജനിച്ചത് നിന്റെ ഇഷ്ടപ്രകാരമല്ല, നിന്റെ താൽപര്യപ്രകാരമല്ല. ഇനി നീ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും നിന്റെ ഇഷ്ടപ്രകാരമല്ല, നിന്റെ ആഗ്രഹപ്രകാരമല്ല, നിന്റെ താൽപര്യപ്രകാരമല്ല എങ്കിൽ ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് നമ്മൾ കഴിച്ചുകൂട്ടുന്ന ദുനിയാവ്, ആ ദുനിയാവിൽ പ്രിയ സഹോദര സഹോദരി, നാം എങ്ങനെ മുന്നോട്ട് നടക്കണം, നാം എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം അനുഷ്ഠിക്കണം, എന്തെല്ലാം വിശ്വസിക്കണം, ഏതെല്ലാം പാടില്ലാത്തതാണ്, ഏതെല്ലാം നേരുണ്ട്, ഏതെല്ലാം നെറികേടുണ്ട്, ഏതെല്ലാം ഹക്കുണ്ട്, ഏതെല്ലാം ബാത്തിലുണ്ട്, അത് തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാനാണ് തീരുമാനിക്കുന്നത്. അതെന്റെ ഇഷ്ടപ്രകാരം ഞാൻ എനിക്ക് തോന്നിയതുപോലെ മുന്നോട്ട് പോകും എന്ന് പറയാൻ ലോകത്തൊരു മനുഷ്യനും അവകാശമില്ല, അർഹതയില്ല. എങ്കിൽ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ ബാധ്യത എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ പഠിക്കൽ തന്നെയാണ്. കാരണം എവിടെ വെച്ച് മരിക്കും എന്ന് അറിഞ്ഞുകൂടാ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഒരാത്മാവിനും ഒരു ശരീരത്തിനും അറിഞ്ഞുകൂടല്ലോ ഏതു പ്രദേശത്ത് വെച്ചാണത് മരണമടയുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. മരിച്ചാൽ അതോടുകൂടി തീർന്നുവോ? വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, പുനരുത്ഥാന നാളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ പ്രതിഫലങ്ങൾ പൂർത്തിയായി നൽകപ്പെടുന്നത് അവിടെ വെച്ച് മാത്രമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആഗ്രഹം എന്താണ്? മരണാനന്തരം നമ്മുടെ മോഹം എന്താണ്? നമ്മുടെ സ്ഥിതി എന്താവണമെന്നാണ് ഇവിടെ കൂടിയവരൊക്കെ ആഗ്രഹിച്ചത്. അതെ, ആ ആഗ്രഹവും ലക്ഷ്യവുമാണ് നമ്മെ ഇവിടെ ഇരുത്തുന്നത്. ആ ആഗ്രഹമാണ് നമ്മെ ഇങ്ങോട്ട് നയിച്ചത്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹു പറയുന്നു, ആര് നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുന്നുവോ, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ, ഫഖദ് ഫാസ,
തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ആ വിജയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ ഒരുമിച്ചു കൂടിയത്. ആ വിജയമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിഴലിച്ചു നിൽക്കുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ, റബ്ബേ ഞങ്ങൾ ജീവിക്കുന്ന ദുനിയാവിൽ നീ നന്മ തരണം, നല്ലത് തരണേ രക്ഷിതാവേ. വഫിൽ ആഖിറതി ഹസനതൻ, പരലോക നാളിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളേണമേ. ഇത് പ്രാർത്ഥിക്കാത്ത പറയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ മുഴുവൻ ആളുകളുടെയും ആഗ്രഹം നമുക്ക് നമ്മുടെ മരണം നന്നായി കിട്ടണം. ഈ ലോകത്തു നിന്ന് ശ്വസിക്കുന്ന അവസാന ശ്വാസം അല്ലാഹു തൃപ്തിപ്പെടുന്ന സന്തോഷപ്പെടുന്ന നേരത്തോടെ, ആ ഒരു പ്രത്യേകമായ മാനസികമായ അവസ്ഥയോടെ നല്ല നല്ല കാഴ്ചകൾ, മലക്കുകൾ അതേ പ്രകടിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട്, സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ ലോകത്തു നിന്ന് അവസാന ശ്വാസവും വലിച്ച് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സന്തോഷത്തോടെ പോകണം എന്ന ആഗ്രഹമാണ്. ആ ശാശ്വതമായ സ്വർഗം കിട്ടണമെന്നും അതേ ശാശ്വതമായ നരകത്തിയിൽ നിന്ന് രക്ഷ കിട്ടണമെന്നും അതാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നരകത്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നത് സുമ്മ നുനജ്ജില്ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. അല്ലാഹു പറയുന്നത്, സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിച്ചവരെയാണ് നാം നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അക്രമികളെ അതിൽ തന്നെ വിട്ടേക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തു സഫിലൂടെ വളരെ കൃത്യമായി അല്ലാഹു തആല നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെക്കുറിച്ച്. ആ കച്ചവടത്തിൽ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ അത് രക്ഷപ്പെടുത്തും. അതിനുവേണ്ട മൂലധനം എന്താണ്? മാരകമായ നരകശിക്ഷയിൽ നിന്ന്, കഠിനമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്, തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, വറസൂലിഹി, അവന്റെ റസൂലിലും വിശ്വസിക്കണം, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ ത്യാഗം സഹിക്കണം, നിങ്ങൾ ബുദ്ധിമുട്ട് സഹിക്കണം. ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് മുഖേന, നിങ്ങളുടെ ദേഹങ്ങൾ മുഖേനയും ഈ മാർഗത്തിൽ നിങ്ങൾ ത്യാഗം സഹിക്കണം, സമരം ചെയ്യണം. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, അതേ ശരിക്കും കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരോട് അല്ലാഹു പറയുന്നു, പാരത്രിക നരകശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ ആവശ്യമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ വരോ എങ്കിൽ അതാണ് നിങ്ങൾക്ക്. സുഹൃത്തുക്കളെ, അധികം വിശദീകരിക്കാതെ തന്നെ ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അദാബുൻ അലീം എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച ആ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്ന എന്റെ ഉമ്മമാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ സഹോദരീ സഹോദരങ്ങളോട് പറയട്ടെ, അതിനാദ്യം നന്നാവേണ്ടത് എവിടെയാണ്? ആദ്യം ശരിയാവേണ്ടത് എന്താണ്? തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാകണമെങ്കിൽ ഈ വിശ്വാസമാണ് പരമപ്രധാനം. അതേ, അതിലെന്താ സംശയിക്കാനുള്ളത്? നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവില്ലാതെ, ആ റബ്ബിന്റെ മഹത്വങ്ങളെ കുറിച്ച് ബോധമില്ലാതെ, അവനെക്കുറിച്ചുള്ള പ്രത്യേകമായ അറിവുകൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിട്ടില്ലെങ്കിൽ
അവൻ പറയുന്ന നിയമങ്ങൾ അനുസരിക്കാൻ നമുക്ക് തോന്നുമോ? അതുകൊണ്ടാണ് അല്ലാഹ് ആദ്യം നിങ്ങൾ അവനെ അറിയണം, അവനെ മനസ്സിലാക്കണം. എങ്ങനെ അല്ലാഹനെ മനസ്സിലാക്കണം? കേട്ടുകേൾവി അനുസരിച്ചാണോ അല്ലാഹനെ മനസ്സിലാക്കേണ്ടത്? ബഹുഭൂരിപക്ഷം എങ്ങനെയാണോ അല്ലാഹനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണോ ഞാൻ അല്ലാഹനെ മനസ്സിലാക്കേണ്ടത്? അതല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും വിഭാഗം ആളുകൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് അല്ലാഹു ഇങ്ങനെയൊക്കെയാണെന്ന് തീരുമാനമെടുത്താൽ ആ മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വിശ്വാസമാണോ എന്റെ സൃഷ്ടാവായ റബ്ബിനെ കുറിച്ച് ഞാൻ വിശ്വസിക്കേണ്ടത്? അല്ല. അതിനാണ് അല്ലാഹ് അവനെ പരിചയപ്പെടുത്താൻ അവൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തത്. ആ പ്രവാചകന്മാരത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാരിലൂടെ ഓരോ സമൂഹങ്ങൾക്കും അല്ലാഹു അവനാരെന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പരിശുദ്ധമായ വേദഗ്രന്ഥങ്ങളിലൂടെ പരിചയപ്പെടുത്തി. അതിൽ അന്തിമ വേദഗ്രന്ഥമായ ഹുദൽ ലിന്നാസ്, അതേ അല്ലാഹ് ആരെന്ന് അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് ഓതി കേൾപ്പിച്ചു തന്ന മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളക്കണക്കിന് വചനങ്ങളിലൂടെ ഹദീസുകളിലൂടെ അല്ലാഹ് ആരെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവന്റെ നാമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അവന്റെ ഗുണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവന്റെ പ്രത്യേകതകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മഹത്വങ്ങളിലും ആ പ്രത്യേകതകളിലും ആ വിശേഷണങ്ങളിലും ആ ഗുണങ്ങളിലും ലോകത്തവനോട് തുല്യപ്പെടുത്താൻ തക്ക ഒരു ശക്തിയും ഇല്ല എന്ന അടിയുറച്ച വിശ്വാസമാണ് തൗഹീദ്. അതല്ലേ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഉള്ളടക്കം. ഖുൽ നബിയെ പറയൂ, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു സൂറത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവൻ ഈക്വലായി, അവന് തുല്യനായി, അവന് കുഫുവത്തവനായി ഒരാളും തന്നെയില്ല. അവനെപ്പോലെ ഗുണങ്ങളുള്ളവരില്ല, അവനെപ്പോലെ കഴിവുകളുള്ളവരില്ല, അവനെപ്പോലെ മഹത്വമുള്ളവരില്ല, അവനെപ്പോലെ ശക്തിയുള്ളവരില്ല, അവനെപ്പോലെ അറിവുള്ളവരില്ല, അവനെപ്പോലെ സർവം തികഞ്ഞ സമ്പൂർണരായിട്ട് ആരും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവന് തുല്യനായിക്കൊണ്ട് യാതൊരു വസ്തുവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അതാ മറ്റൊരു സ്ഥലത്തും പറയുകയാണ്. അതേ വളരെ ചുരുക്കിയതാ അല്ലാഹു ആ വാചകങ്ങളിലൂടെ അത് പറഞ്ഞെങ്കിൽ അവന്റെ സൃഷ്ടി വൈഭവത്തെപ്പറ്റി ഖുർആൻ കുറെ സ്ഥലത്ത് പറയുന്നുണ്ട്, അവന്റെ മഹത്വങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒരാൾക്കും അതിൽ പങ്കുചേരാൻ സാധ്യമല്ല, ഒരു ശക്തിയും അതിൽ പങ്കുചേർന്നിട്ടില്ല. സൃഷ്ടിപ്പിൽ ഒരാൾക്കും പങ്കില്ല, നിയന്ത്രണത്തിൽ ഒരാൾക്കും പങ്കില്ല, സംഹാരത്തിൽ ഒരാൾക്കും പങ്കില്ല. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമ്പോഴും എല്ലാം നിയന്ത്രിക്കുമ്പോഴും അണുവളവോളം അവന് ക്ഷീണം ബാധിക്കുന്നില്ല, അവന് ഞെരുക്കം അനുഭവപ്പെടുന്നില്ല, അവന് പ്രയാസം വരുന്നില്ല, അവന് തളർച്ച വരുന്നില്ല, അവനുറക്കമോ മയക്കമോ വരുന്നില്ല. നാശം എന്ന ഒന്നവന് ഇല്ലേ ഇല്ല. മറ്റുള്ളവയെല്ലാം നശിക്കാനുള്ളതാണ്, മറ്റുള്ളവയെല്ലാം ഈ ലോകത്ത് നിന്ന് അതേ അന്ത്യം കുറിക്കാനുള്ളവയാണ്. സർവശക്തനായ റബ്ബ് അവൻ മാത്രമാണ് നാശമില്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവൻ മാത്രമാണ് ലോകത്തിന്റെ സ്രഷ്ടാവ്. ഇങ്ങനെ ഏതെല്ലാം മഹത്വങ്ങൾ അവനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തിയോ, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിച്ചു തന്നു. അത് മുഴുവൻ വിശ്വസിക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ആ വിശ്വാസത്തിൽ നിന്ന് അല്ലാഹുവിന് യോജിക്കാത്തത് വല്ലവനും അവനെക്കുറിച്ച് പറഞ്ഞാൽ,
അള്ളാഹുവിന് യോജിക്കാത്തത് അവനെക്കുറിച്ച് വിശ്വസിച്ചാൽ സുബ്ഹാനല്ലാഹ്, ആ ദിക്ർ തന്നെയും മുസ്ലിം പറയുന്നത് എന്തിനാണ്? എന്താ സുബ്ഹാനല്ലാഹയുടെ വെയിറ്റ് എത്രയാണ്? സുബ്ഹാനല്ലാഹ് എന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ എന്താ നമ്മൾ അതിലൂടെ അർത്ഥമാക്കുന്നത്? എന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവന് യോജിക്കാത്ത പലതും, അവനെക്കുറിച്ച് പറയരുതാത്ത പലതും, അവനെക്കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്ത പലതും, അവനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ പാടില്ലാത്ത പലതും പലരും പറയുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും എന്റെ നാഥനെ ഞാനിതാ പരിശുദ്ധപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ. അല്ലാഹ് എല്ലാ കോട്ടങ്ങളിൽ നിന്നും, എല്ലാ വൈകല്യങ്ങളിൽ നിന്നും, എല്ലാ പോരായ്മകളിൽ നിന്നും അവൻ പരമപരിശുദ്ധനാകുന്നു. അവന്റെ ദാത്തിലും അവന്റെ സിഫാത്തിലും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ ഏകനാണ്. അതാണ് തൗഹീദ്, അതാണ് ശുദ്ധമായ തൗഹീദ്. ആ തൗഹീദാണ് ശരിയായ, കൃത്യമായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടുന്ന ഈമാൻ. എന്നാൽ ഈ വിശ്വാസമല്ലേ നമുക്ക് നമ്മുടെ റബ്ബിനോടടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്? ആ വിശ്വാസമല്ലേ തിന്മയിൽ നിന്ന് നമ്മെ തടയുന്നത്? എന്റെ നാഥനെല്ലാം കാണുന്നവനാണ്. എന്റെ നാഥന്റെ കാഴ്ചയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സെക്കൻഡ് നേരമല്ല, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്കെങ്കിലും എനിക്കെന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. എന്റെ റബ്ബെല്ലാം കാണുകയാണ്, എന്റെ റബ്ബ് എല്ലാം കേൾക്കുകയാണ്, എന്റെ റബ്ബ് എല്ലാം അറിയുകയാണ്, എന്റെ റബ്ബ് എല്ലാത്തിനും ദൃക്സാക്ഷിയാണ്. അവനെ മറച്ചു വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന എന്റെയും നിങ്ങളുടെയും വിശ്വാസമല്ലേ വാസ്തവത്തിൽ പ്രിയമുള്ളവരെ ഹറാമുകളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്? ആ വിശ്വാസമല്ല ഹറാമിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതെങ്കിൽ മറ്റു വല്ലവരും കാണും കേൾക്കും എന്ന് കരുതിയിട്ടാണ് ഹറാമുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. അവര് കാണാത്ത നേരത്ത്, ആ ആളുകൾ കേൾക്കാത്ത നേരത്ത് ആ ആളുകൾ എന്നെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആളുകൾ കാണും, ആളുകൾ കേൾക്കും, ആളുകൾ അറിയും എന്ന് വന്നാൽ പലരും പകൽ മാന്യന്മാരായിക്കൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. അതേ അവസരത്തിൽ അവര് മാത്രമാണെന്ന് അവര് ധരിക്കുന്ന, ആരുടെയും കണ്ണുകൾ തന്നെ കാണുന്നില്ലെന്ന് തോന്നുന്ന, ഒറ്റക്കായിരിക്കുന്ന നേരത്ത് സർവശക്തൻ കാണുന്നല്ലോ, കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ എന്ന ചിന്ത ലവലേശം പിടികൂടാതെ ഹറാമുകളുടെ ലോകത്തേക്ക് അവൻ സ്വൈരമായി ഇറങ്ങിപ്പോയി വിഹരിക്കുന്നു. അതാണ് തൗഹീദില്ലെങ്കിൽ ഈമാൻ ഉണ്ടാവില്ല. അല്ലാഹുവിനെക്കുറിച്ചുള്ള ശരിയായ വിശ്വാസം, ആ ഈമാൻ നമ്മുടെ ഖൽബിൽ കയറിയാൽ, അവനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞാൽ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അത് മാത്രം മതി. അതാണ് നമ്മുടെ തൗഹീദ് നമ്മെ നന്നാക്കുന്നു എന്ന് പറയുന്നത്. നമ്മെ നന്നാക്കുന്നത് ആ തൗഹീദാണ്. ആ തൗഹീദിൽ നിന്ന് മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവൻ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കും, മറ്റുള്ളവരെ വിളിച്ച് സങ്കടം പറയും. അങ്ങനെ അതിൽ മരണപ്പെട്ടവരുമുണ്ടാകും, ജീവിച്ചിരിക്കുന്നവരുമുണ്ടാകും, ജിന്നുകളുമുണ്ടാകും, മലക്കുകളുമുണ്ടാകും, പിശാചുക്കളുമുണ്ടാകും, അതുപോലെ തന്നെ സസ്യലതാദികളും വൃക്ഷങ്ങളും കല്ലുകളും മരങ്ങളുമൊക്കെ ഉണ്ടാകും. അതേ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ വിശ്വാസം എന്താണ്? താൻ എവിടെ നിന്ന് ഇന്ന വ്യക്തിയെ വിളിച്ചാലും ആ വ്യക്തി എന്നെ കാണുന്നുണ്ട്. സ്ഥലം പ്രശ്നമല്ല. ഞാൻ എവിടെ വെച്ച് ആ ശൈഖിനോട്, തങ്ങളോട്, ബീവിയോട് ഞാൻ തേടിയാലും അതൊക്കെയും ആ മഹാനവറുകൾ കേൾക്കുന്നുണ്ട്. വിളിക്കുന്ന ഈ വിശ്വസിക്കുന്ന എന്നെ മഹാനവറുകൾ കാണുന്നുണ്ട്. സ്ഥലം പ്രശ്നമല്ല, അടുക്കേ അകലെ എന്ന പ്രശ്നമില്ല. എവിടെ വെച്ചും വിളിച്ചാൽ അവര് കേൾക്കും. എവിടെ വെച്ചും വിളിക്കുന്ന എന്നെ അവര് കാണും. എവിടെ വെച്ചും വിളിക്കുന്ന എന്റെ ആവശ്യങ്ങൾ, എന്റെ ഹൃദയത്തിലെ പരമരഹസ്യങ്ങൾ പോലും ഈ ആളുകൾക്ക് അറിയാൻ സാധിക്കും. ഞാൻ അവരോട് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ചോദിക്കുന്നതെങ്കിൽ, തേടുന്നതെങ്കിൽ അത് നിവർത്തിച്ചു തരാൻ അവർക്ക് കഴിവുണ്ട്.
അല്ലാഹു അവർക്ക് കഴിവുകൾ മുൻകൂർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിവുള്ളവൻ, എവിടെ വെച്ചും നമ്മെ കാണാൻ കഴിവുള്ളവൻ, എവിടെ വെച്ചും നമ്മെ അറിയാൻ കഴിയുന്നവൻ, നമ്മുടെ മനസ്സുകൾ അതേ നാം അറിയുന്നതിന്റെ മുമ്പേ വളരെ കൃത്യമായി അറിയുന്നവൻ, നാം എന്ത് പ്രശ്നത്തിന് ചോദിച്ചാലും ആ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ കഴിവുള്ള മഹാൻ അതല്ല മാത്രമല്ലേ. സൂറത്തുൽ ഫാത്തിറിലൂടെ റബ്ബതല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നത്. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ. അതേ, ഈ ലോകത്ത് രാപ്പകലുകൾ മാറി മാറി വരുന്നത്, സൂര്യചന്ദ്രന്മാരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിലൊക്കെ ആർക്കെങ്കിലും വല്ല പങ്കുമുണ്ടോ? എല്ലാം പടച്ച റബ്ബിന്റെ തീരുമാനമനുസരിച്ചല്ലേ നേരം പുലരുന്നത്, രാത്രിയാകുന്നത്, സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത്, ചന്ദ്രൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത്, ചന്ദ്രന്റെ വലുപ്പം കൂടുന്നത് കുറയുന്നത്, പിന്നെ തീരെ കാണാതാകുന്നത്, ഇതൊക്കെയും റബ്ബിന്റെ തീരുമാനമല്ലേ. അവനാണ് ആധിപത്യമുള്ളത്, അവനാണ് അധികാരം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരൽപ്പം പോലും, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടയോളം പോലും നിങ്ങൾക്കെന്തെങ്കിലും ചെയ്തു തരാൻ അവർ ഉടമപ്പെടുത്തി കഴിവുള്ളവരല്ല. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. ഇനി കേട്ടു എന്ന് ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥന കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മുസ്തജാബൂലക്കും, അവര് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. വയൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിൽ എല്ലാവരും മഹ്ശറിൽ ഈ വിളിച്ചവരും വിളിക്കപ്പെട്ടവരും പ്രാർത്ഥിച്ചവരും പ്രാർത്ഥിക്കപ്പെട്ടവരും ആരാധിച്ചവരും ആരാധിക്കപ്പെട്ടവരുമൊക്കെ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച് യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങളവരെ വിളിച്ചു പ്രാർത്ഥിച്ച ഈ മഹാപാതകമായ ശിർക്കുണ്ടല്ലോ, അത് ഞങ്ങളറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ തള്ളുന്നു, അവരതിനെ നിഷേധിക്കുന്നു. അതുകൊണ്ട് നിന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന, നിനക്ക് നഷ്ടം മാത്രം അതേ നിന്റെ അക്കൗണ്ടിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ നിന്നെ പ്രാപ്തനാക്കുന്ന മഹാപാതകമായ ശിർക്ക് സൂക്ഷിച്ചോ. ഇത്ര സൂക്ഷ്മമായി നിന്റെ വിജയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അല്ലാഹുവിനെ പോലെ ഒരാളുമില്ല. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അല്ലാഹുവദാ മാനവ സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ട് അവരൊരിക്കലും പരാജയപ്പെടരുത് എന്ന അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന മനുഷ്യരാരും ഒരു സൃഷ്ടികളും നരകാഗ്നിയിൽ പോയി ചാടാൻ നിമിത്തമാകരുത് എന്ന നിലക്ക് റബ്ബദാ മുൻകൂട്ടി നമുക്ക് ഗൗരവത്തോടെ പഠിപ്പിച്ചു തരുന്നു. പക്ഷേ ആ മഹാനായ റബ്ബിന്റെ മഹത്വമല്ല ജനങ്ങളെ പഠിപ്പിക്കപ്പെട്ടത്. ആ റബ്ബാരെന്ന് പഠിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആ റബ്ബിന്റെ ചില സൃഷ്ടികളെക്കുറിച്ച് അവരിൽ ഇല്ലാത്ത ചില വിശേഷണങ്ങളാണ് പലരും സമൂഹത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അള്ളാനെക്കുറിച്ച് പഠിക്കേണ്ടതിന് പകരം അതിനേക്കാൾ കൂടുതൽ അവന്റെ സൃഷ്ടികളെക്കുറിച്ചാണ് പലരും സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തത്. അവരെന്താ പഠിപ്പിച്ചു കൊടുത്തത്? അള്ളാഹുവിന് മാത്രമുള്ള കഴിവുകളെയും അള്ളാഹുവിന്റെ മാത്രം വിശേഷണങ്ങളെയും അവർ സൃഷ്ടികളിൽ ആരോപിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഈ ലോകത്തിന്റെ നിയന്താവ് അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനല്ല ലോകം നിയന്ത്രിക്കുന്നത് വേറെ ചില ആളുകളാണെന്ന സങ്കല്പം വന്നു. ഈ ലോകം നിയന്ത്രിക്കുന്നത് ചില മഹാത്മാക്കളാണെന്ന സങ്കല്പം വന്നു. മുഴുവൻ കാര്യങ്ങളും അവരാണത്രേ നിയന്ത്രിക്കുന്നത് എന്ന പൊട്ടത്തരം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. പ്രപഞ്ചത്തെ സന്തുലിതമായി നിലനിർത്തുന്നത്
ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങൾ കൂട്ടിമുട്ടി തകരാതെ, അതേ കൃത്യമായി ഈ ലോകം നശിക്കാതെ ഈ പ്രപഞ്ചമിങ്ങനെ അതിൻ്റെതായ ശരിയായ റൂട്ടിലൂടെ അതിനെ നിലനിർത്തുന്നത് മഹാത്മാക്കളാണെന്ന പ്രചരണമുണ്ടായി. ഭൂമിയിൽ മഴ വർഷിപ്പിക്കുന്നത് മഹാത്മാക്കളാണെന്ന പ്രചരണമുണ്ടായി. സസ്യലതാദികളെ മുളപ്പിച്ചുകൊണ്ട് മാനവ സമൂഹത്തിനാവശ്യമായ അന്നം നൽകുന്നത് മഹാത്മാക്കളാണെന്ന പ്രചരണമുണ്ടായി. ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പേരിൽ നാം കെട്ടിവെക്കുന്നതല്ല. പച്ച മലയാളത്തിൽ നമ്മുടെ കേരളക്കരയിലേക്ക് എഴുതിവിട്ടിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ അവരതാ സമൂഹത്തോട് പറയുന്നു, ഓരോ കാലഘട്ടത്തിലും ഈ ലോകത്ത് ഓരോ കുത്തുബുകളുണ്ടാകും. കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് എന്നാണ് അർത്ഥം. ആ കുത്തുബ് ഓരോ കാലത്തും ഓരോ സമാനിലും ഒരു സമാനിൽ ഒരാളെ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹമാണത്രേ ലോകം കൺട്രോൾ ചെയ്യുന്നത്, അദ്ദേഹമാണത്രേ സസ്യലതാദികൾ മുളപ്പിക്കുന്നത്, അദ്ദേഹമാണത്രേ മഴ പെയ്യിക്കുന്നത്, അദ്ദേഹമാണത്രേ ലോകത്തിനാവശ്യമായ അന്നം നൽകുന്നത്, അദ്ദേഹമാണത്രേ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ തകരാറിലാവാതെ നിലനിർത്തുന്നത്. ഇന്നാലില്ല. അതേ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ള വിശ്വാസം ഈ സമുദായത്തിലേക്ക് കൊണ്ടുവന്നു. അതിനവർ ചില മഹാത്മാക്കൾക്ക് ചില പ്രത്യേകമായ സ്ഥാനപ്പേരുകൾ കൊടുത്തു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹ് ഇതിനൊന്നും ഒരു തെളിവും ഇറക്കിയിട്ടില്ല. ഇയത്തബിഊന ഇല്ലല്ലന്ന, ഊഹത്തെ പിന്തുടരുകയല്ലാതെ ഈ കൂട്ടർ ചെയ്യുന്നില്ല. വമാ തഹുവൽ അൻഫുസ്, അവരവർക്ക് തോന്നിയത് അവർ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ അവർ വിശ്വസിക്കേണ്ടത് അതല്ലല്ലോ. ഊഹങ്ങളല്ലല്ലോ, കെട്ടുകഥകളല്ലല്ലോ, പ്രമാണമല്ലേ വിശ്വസിക്കേണ്ട. കാരണം വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ, തീർച്ചയായും അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവർക്ക് സന്മാർഗം വന്നു കിട്ടിയിട്ടുണ്ടല്ലോ. ആ സന്മാർഗത്തെ സ്വീകരിക്കാതെ സമൂഹത്തിലേക്ക് ആരോ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹ് ഇവിടെ കുത്തുബുൽ അഖ്താബീങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഗൗസുൽ ആലമീങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അബ്ദാലികളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഔത്താദുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയും ഇവര് നിശ്ചയിച്ചിട്ടുള്ള ചില പേരുകളാണ്. ഈ പേരുകൾ ഖുർആനിലുള്ളതല്ല, ഹദീസുകളിൽ വന്നതല്ല. തോന്നിയതുപോലെ ചില ആശയങ്ങൾ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിന്റെ മേൽ കെട്ടിവെച്ചതാണ്. അങ്ങനെ ഓരോ കാലത്തും ലോകത്തെ നിയന്ത്രിക്കാനും മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കുത്തുബിന്റെ നേതൃത്വത്തിൽ ഒരു വമ്പിച്ച സംഘം തന്നെ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അന്ധവിശ്വാസവും കെട്ടുകഥയും പ്രചരിപ്പിച്ചപ്പോൾ സമൂഹത്തിന് മനസ്സിലായി, തന്റെ കാര്യങ്ങൾ ചോദിക്കാൻ, തനിക്ക് കാര്യം നേടാൻ ഏറ്റവും നല്ലത് അള്ളാഹുവിനോട് പറയലല്ല. അള്ളാഹുവോട് പറയുന്നത് കൊണ്ട് കാര്യം പെട്ടെന്ന് കിട്ടുമെന്ന ഉറപ്പില്ല. മാത്രമല്ല, മുഹീദ്ദീൻ മാലക് വ്യാഖ്യാനം എഴുതിയ കേരളത്തിലെ ഒരു ഫൈസി, ആ മുഹീദ്ദീൻ മാല വ്യാഖ്യാനത്തിൽ അദ്ദേഹം പച്ചയായി എഴുതി. എന്താ പച്ചയായി എഴുതിയത്? മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. മുസ്ലിമെ വളരെ ഗൗരവത്തോടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട വാചകമാണ്. എന്തേ ഇവിടെ തൗഹീദിൽ നിന്ന്? ഞങ്ങളുടെ തൗഹീദ് അചഞ്ചലമാണ്. മുജാഹിദേ, നിന്റെ തൗഹീദ് പൊട്ടിപ്പോയി എന്ന് മറ്റുള്ള പല ദുഷ്പ്രചരണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പലരും പ്രചരിപ്പിക്കുമ്പോൾ ആരുടെ തൗഹീദാ പൊട്ടിപ്പോയതെന്ന്, ആരാണ് തൗഹീദിൽ വെള്ളം ചേർത്തതെന്ന്, ആരാണ് തൗഹീദിൽ അതേ ഇളകി ആടി കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അറബിക് കിതാബിലെ ഉദ്ധരണിയല്ല എന്റെ ശ്രോതാക്കളോട് ഞാൻ പറയുന്നത്. മുഹീദ്ദീൻ മാലക് വ്യാഖ്യാനം എഴുതിയ ഫൈസി പറയുന്നു, മഹാത്മാക്കളെ മാറ്റി നിർത്തിയിട്ട് അള്ളാനോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. മറിച്ച്
ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ്. കേട്ടോ, ചോദിക്കുന്ന കാര്യം നേടാൻ ഏറ്റവും നല്ലതെന്താ? മഹാത്മാക്കളോട് ചോദിക്കലാണ്. മഹാത്മാക്കൾ മുഖേന കാര്യം നേടുമെന്ന് ഉറപ്പുള്ളൂ അയാൾ പറഞ്ഞത്. മറ്റേ കാര്യം നേടുമെന്ന ഉറപ്പില്ല, എത്തിയെങ്കിൽ എത്തിയില്ലെങ്കില്ല. അതാണ് മുമ്പൊരു ഫൈസി എന്തു പറഞ്ഞത്, ഉദാഹരിച്ചു പറഞ്ഞത്. KSRTCയിൽ പോയാലും ലക്ഷ്യസ്ഥാനത്തെത്തും, ബെൻസ് കാറിൽ പോയാലും ലക്ഷ്യസ്ഥാനത്തെത്തും. അള്ളാഹിനോട് ചോദിക്കുമ്പോ അത് KSRTCയിൽ യാത്ര ചെയ്യും പോലെ എത്തിയ കാണാ, അത്ര സ്പീഡ് ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി കാര്യം നേടാൻ നല്ലത് ബെൻസാണ്. അതാണിവിടെ അള്ള നിശ്ചയിച്ച കുത്തുബുകൾ, അള്ള നിശ്ചയിച്ച അബ്ദാലുകൾ, നുഖബാവുകൾ, നുജബാക്കൾ. അതേ ആത്മാക്കളെ മാറ്റി നിർത്തി അല്ലാഹുവോട് നേരിട്ട് സഹായം ചോദിക്കുന്നത് കാര്യം നേടാൻ ഉറപ്പുള്ള സംഗതിയല്ല. അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണ്. കാരണം അതിലേ കാര്യം നേടുന്ന ഉറപ്പുള്ളൂ. മലയാളക്കരയിൽ മലയാളത്തിൽ എഴുതിവിട്ട ഈ വിശ്വാസത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയ ആളുകളാണ് പറയുന്നത്, ഞങ്ങളുടെ തൗഹീദ് വളരെ ക്ലിയറാണ്. അതിനവർ സമൂഹത്തിന്റെ മുമ്പിലതാ ഇല്ലാത്ത പലതും സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവർ കൊണ്ടുവരും. പുതിയ പുതിയ ആയത്തുകൾ നിർമ്മിക്കാൻ സാധ്യമല്ലെന്ന് വരുമ്പോൾ ഉള്ള ആയത്തുകളെ വക്രീകരിച്ച് ദുർവ്യാഖ്യാനിക്കും. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ഭാവനകളും അവർ നെയ്തെടുക്കും. സമൂഹത്തിൽ ഇല്ലാത്ത പലതും അവർ മഹാത്മാക്കളെ കുറിച്ച് പറയും. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പ്രിയമുള്ളവരെ, അതേ ഈ കാണുന്ന സെൻസിംഗ് മാസിക. AP ഭാഗം പുറത്തിറക്കിയിട്ടുള്ള പുതിയ സെൻസിംഗിൽ അതേ നമുക്കൊരു വാചകം വായിക്കാം. നോക്കണം നിങ്ങൾ, ഖുർആനിന്റെ നേരെ കൈക്രിയ നടത്താൻ ധൈര്യമുള്ള ഒരു കൂട്ടം പുരോഹിതന്മാരാണെന്ന് സമൂഹത്തിൽ പറയുന്നത്. ഞങ്ങളാണ് ഖുർആനിന്റെ സംരക്ഷകന്മാർ, ഞങ്ങളാണ് ഹദീസിന്റെ സംരക്ഷകന്മാർ. കണ്ടോ അവർ സമൂഹത്തിലേക്ക് എഴുതിവിടുന്നത്. നിങ്ങൾ പരിശോധിക്കണം, ഖുർആൻ എടുത്ത് പരിശോധിക്കണം. മുസ്ലിയാക്കന്മാരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ സെൻസിംഗ് എന്ന് പറയുന്ന മാസികയിൽ 2013 ഫെബ്രുവരി ലക്കത്തിൽ വന്നിട്ടുള്ള ഒരു വരിയുണ്ട്, അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം. ശരിക്ക് ശ്രദ്ധിച്ചോ, അല്ല സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല എന്ന ഖുർആൻ വാക്യം. എവിടെയാ അങ്ങനെ ഒരു ഖുർആൻ വാക്യം? എന്താണ് ഖുർആൻ വാക്യം? അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നൂല എന്ന ഖുർആൻ വാക്യം. ചോദിക്കണം, ഈ സെൻസിംഗ് കാണിച്ചു കൊടുത്തുകൊണ്ട് മുസ്ലിയാക്കളോട് ചോദിക്കണം, ഓ മുസ്ലിയാരേ, ഇതാ പരിശുദ്ധ ഖുർആൻ, ഇതാ ഞങ്ങളോടുന്നതും നിങ്ങളോടുന്നതും ഒരേ ഖുർആനല്ലേ? ആ ഖുർആനിൽ ഈ അർത്ഥം വരുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏത് സൂറത്തിലാണ് മുസ്ലിയാരേ? ആയത്തിന്റെ നമ്പർ ഒന്ന് പറയൂ, സൂറത്തിന്റെ പേരൊന്ന് പറയൂ, ഒന്ന് ചോദിച്ചു നോക്കൂ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്ത ഒരു വാചകത്തിന്റെ അർത്ഥമാ കൊടുത്തിട്ടുള്ളത്. നോക്കണം, എന്തിനാ? ആത്മാക്കൾ അല്ല സ്നേഹിച്ച ആളുകൾ മരിച്ചാലും അവരവിടെ തന്നെ ഫ്രഷായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വിളിച്ചോ, അവര് നിന്നെ കാണുകയാണ്, കേൾക്കുകയാണ്, നിന്നെ അറിയുകയാണ്. നീ അവരുടെ ഖബറിന്റെ സമീപത്തെത്തുമ്പോഴേക്ക് അതേ നീ എന്തിനു വേണ്ടി വന്നു എന്നവരറിയുന്നു. അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീനാ അഗീസൂനാ ഇദസ്തദ്ദത് അലൈനാ കറഇബു ലൈസ ഫീഹാ മൻ യഖീനാ. ഖബർ സിയാറത്ത് എന്ന ഓമന പേരിട്ടിട്ട് മഹാത്മാക്കളായ ആളുകളെ, മഹാത്മാക്കളാണെന്ന് കരുതപ്പെടുന്നവരെ, വിളിക്കപ്പെടുന്നവരെ, വിശ്വസിക്കപ്പെടുന്നവരെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബറിന്റെ സമീപത്ത് പോയിട്ട് അവരെ സന്ദർശിക്കാൻ പോകുന്നു. സിയാറത്ത് എന്ന പേരിട്ടുകൊണ്ട് അല്ല വിരോധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖബറുകളുടെ സമീപത്ത് നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അല്ല വിരോധിച്ച സംഗതികളാണ് നമുക്ക് മഹാഭൂരിപക്ഷവും കാണുന്നത്. അതേ അവസരത്തിൽ ഇസ്ലാം നമ്മോട് ഖബറിന്റെ സമൂഹത്തേക്ക് അടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖബർ ജീവിതത്തെ കുറിച്ചൊരു ഓർമ്മ നമുക്ക് വേണ്ടേ?
എനിക്കും നിങ്ങൾക്കും പോയി കിടക്കാൻ ഒരു സ്ഥലമുണ്ടെന്ന ചിന്ത ജീവിതത്തിൽ വേണ്ടേ? ഈ ലോക ജീവിതത്തിന്റെ ശേഷം മരണാനന്തരം റബ്ബിന്റെ കോടതിയിലെത്തണമെന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണ്ടേ? വേണം സഹോദരാ. ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടക്കിടക്ക് വരണം. മരണത്തെക്കുറിച്ച് ഓർക്കണം. അതല്ലേ നമ്മുടെ നേതാവ് നമ്മോട് ആവശ്യപ്പെട്ടത്? അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മനുഷ്യ, നിന്റെ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും ഒക്കെ അടിവേര് മുറിച്ചു കളയുന്ന, നിന്റെ എല്ലാ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണേ. മരണബോധം നമുക്കുണ്ടാക്കുവാനുള്ള പല മാർഗങ്ങളിൽ ഒന്നാണ് നമുക്ക് മുമ്പേ ഈ ലോകത്ത് നിന്ന് മരിച്ചു വിരിഞ്ഞ ആളുകളെ അടക്കം ചെയ്തിട്ടുള്ള ഖബറുകൾ പോയി കാണുക എന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. അതാണ് ഇസ്ലാം നമുക്ക് പുണ്യകരമാക്കിയിട്ടുള്ള സിയാറത്ത്. ആ ഖബറിങ്കൽ ചൊല്ലുന്നു, അവർക്കായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ഖബറിങ്കൽ നിന്ന് അതബോടെ മാറി നിൽക്കുന്നു. ഖബറിന്മേൽ ചവിട്ടാൻ പാടില്ല, അതിന്മേൽ ഇരിക്കാൻ പാടില്ല, അതിന്മേൽ കൈകൊണ്ട് തടവാൻ പാടില്ല, അതിന്മേൽ ചുംബനമർപ്പിക്കാൻ പാടില്ല, അതിന്മേൽ പട്ട് മൂടാൻ പാടില്ല, അതിന്റെ സമീപത്ത് വിളക്ക് കൊളുത്താൻ പാടില്ല. അതേ, അതൊരു ചാണിലപ്പുറം കെട്ടി ഉയർത്താനും പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ആരുടെ ഖബറാണെങ്കിലും അതേ ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഒരു ഖബറും ഉയർത്തപ്പെട്ടുകൂടാ. ഈ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ മഹാരഥന്മാരായ 3 നേതാക്കളും അതേ അവരുടെ ഖബറുള്ള സ്ഥലമല്ലേ മദീനയിലുള്ള ആ സ്ഥലം. ആ ഖബർ കണ്ടവരായ മഹാന്മാര് പണ്ടുകാലം മുതലേ രേഖപ്പെടുത്തിയ സത്യമാണ്. ഞങ്ങൾ ആ ഖബറുകൾ കണ്ടപ്പോൾ ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടതായി ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് എത്ര മഹാനാണെങ്കിലും ഒരു ഖബറും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടുകൂടാ എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള സുന്നികൾ എന്നും ഞങ്ങളാണ് ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്നും ഞങ്ങൾ മാത്രമാണ് പിഴക്കാത്തവരെന്നും നിങ്ങളൊക്കെ പുത്തൻവാദികളാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എവിടെയാണ് ഇതിന് മാതൃക കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തൊരു ജാറവും ഉയർത്തപ്പെട്ടിട്ടില്ല. സ്വഹാബിമാരുടെ കാലത്തും ഒരു ജാറവും ഉയർത്തപ്പെട്ടിട്ടില്ല. അവിടങ്ങളിലൊന്നും ഒരു നേർച്ചയിടാനൊരു പെട്ടി സ്ഥാപിച്ചിട്ടില്ല. അവരെവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ യാത്രയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇന്നിതാ കുഞ്ഞിപ്പള്ളിയിലേക്ക് പോകുന്ന, അതിലൂടെ പാസ് ചെയ്യുന്ന യാത്രക്കാരൻ അതെ അവിടേക്ക് പണമെറിയുന്നത് പോലെ ഒരു സ്ഥലത്തും അവര് പണമെറിഞ്ഞു പോയിട്ടില്ല. ഒരു സ്ഥലത്തേക്കും അവര് വഴിപാടർപ്പിച്ചിട്ടില്ല. ഒരു സ്ഥലത്തേക്കും അവര് നേർച്ച കൊടുത്തിട്ടില്ല. മറിച്ചവര് യാത്രാവാഹനത്തിൽ കയറിയിരുന്നാൽ ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അതേ ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്ന സർവശക്തനായ റബ്ബിനോട് അവർ കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻളർ വസൂയിൽ മുൻഖലബി ഫിൽ മാലി വല്ലഹി. അല്ലാഹുവേ, വേദനാജനകമായ കാഴ്ചകളൊന്നും കാണാൻ ഇടവരരുത്. യാത്രയുടെ ദുർഘടതകളിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് യാത്രാവാഹനത്തിലേറി യാത്രയാകുമ്പോൾ റബ്ബിനോടാ കാവൽ ചോദിച്ചത്. റബ്ബിനോടാണ് കാവൽ ചോദിച്ചത്. സഹാബത്തും റബ്ബിനോടാണ് കാവൽ ചോദിച്ചത്. ഒരു സ്ഥലത്തും അവർ പണമെറിഞ്ഞില്ല, വഴിപാട് നേർന്നില്ല. കാരണം അവർക്ക് കാവൽ അള്ളയാണ് കൂട്ടിനുള്ളത്. വീട്ടിൽ അവരുടെ മക്കളെ നോക്കാനും അള്ളയാണ്, കുടുംബത്തെയും ധനത്തെയും സംരക്ഷിക്കാനും അള്ളയാണ്. ആ തൗഹീദല്ലേ യാത്രക്കാരന്റെ ദുആയിൽ കേൾക്കുന്നത്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. അല്ലാഹുവേ, യാത്രയിൽ നീയാണ് എന്റെ കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞാൻ വിട്ടേച്ചു പോകുന്ന
എന്റെ കുടുംബത്തിന്റെ കാവൽക്കാരനും അവരുടെ കാര്യം നോക്കുന്നവനും നീയാണ് റബ്ബേ. സർവസ്ഥലത്തും റബ്ബിനോട് കാവല് ചോദിക്കുന്ന, റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, റബ്ബിനോട് സങ്കടം പറയുന്ന, റബ്ബിൽ മുഴുവനും സമർപ്പിക്കുന്ന, റബ്ബിൽ തവക്കുലാക്കുന്ന ആ ശരിയായ രൂപത്തിലുള്ള ഇസ്ലാമികമായ തൗഹീദിൽ നിന്ന് വിട്ടിട്ട് സിയാറത്ത്, ഖബർ സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് എല്ലാം മഹാത്മാക്കളിൽ അർപ്പിക്കുന്ന, അവരെ വിളിച്ച് സങ്കടം പറയുന്ന, അവരെ വിളിച്ച് പൊട്ടിക്കരയുന്ന, അവരുടെ ഖബറിന്റെ സമീപത്ത് പോയി അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അവരെ അടക്കം ചെയ്യ സ്ഥലങ്ങൾ പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് ആദരിച്ച് പ്രത്യേകമായി ആരാധനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം. ഈ സമുദായം അവരെയാണ് നമുക്ക് നന്നാക്കാനുള്ളത് പ്രിയമുള്ളവരെ. മാത്രമല്ല, ഖബറിൽ കിടക്കുന്ന മഹാത്മാരായ ആളുകളെ മുൻനിർത്തിയാ സത്യം ചെയ്യുന്നത്. എന്താ സത്യം ചെയ്യുമ്പോ ഞാനും നിങ്ങളും വല്ലാഹി അള്ളയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയുമ്പോ എന്താ നമ്മുടെ വിശ്വാസം? ഞാൻ ആ പറഞ്ഞത് സത്യമാണെന്നതിന് എന്റെ റബ്ബ് സാക്ഷിയാണ്, എന്റെ റബ്ബ് അത് കേൾക്കുന്നു, എന്റെ റബ്ബ് അത് കാണുന്നു, എന്റെ റബ്ബ് അതിന് സാക്ഷിയാണ്. ഒരു മഹാത്മാവിന്റെ പേരിൽ സത്യം ചെയ്യുമ്പോഴോ അദ്ദേഹം ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ദൃക്സാക്ഷിയാണ് എന്ന വിശ്വാസത്തിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സഹോദരങ്ങളെ, ഈ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ശൈഖുമാരോട് തേടിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് എല്ലാ ഘട്ടങ്ങളിലും വിളിച്ച് തേടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഉദ്ദനി മിൻ മുരീദീന ഹിജികൽ അഖ്വം വമിൻ അബീദിക അബ്ദൻ ത്വാഇഅൻ അദ്വം ബസിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി ഇമ്മുഹിയദ്ദീനി. എല്ലാവരും വിളിച്ച് തേടുകയാണ്. ആരെ? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട്. എന്താ വിശ്വാസം? തേടുന്ന എന്നെ കാണുന്നുണ്ട്, എന്നെ അറിയും, എന്റെ മനസ്സിലെ വിചാരവികാരങ്ങൾ പോലും അറിയും, എന്നെ യഥാർത്ഥത്തിലുള്ള എല്ലാ റൂട്ടിലേക്കും അദ്ദേഹം നയിക്കും. അദ്ദേഹമാണ് എനിക്ക് സന്മാർഗത്തിലേക്ക് ദർശനം നൽകുന്നത്. കത്തിയാളുന്ന നരകം, മനുഷ്യന്റെ തലയോട്ടിയെ ഉരിച്ചു കളയുന്ന ലവ എന്ന് പറയുന്ന നരകം, ആ നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ മഹാനവറുകൾക്ക് കഴിയും. ഈ നിലക്ക് നരകവിമോചനത്തിന് വേണ്ടി, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി, സന്മാർഗത്തിന്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എല്ലാം മഹാത്മാക്കളോട് തേടുന്നു. ആ ഒരർത്ഥത്തിൽ സമൂഹം അതപ്പതിച്ചു നീങ്ങുമ്പോൾ സമൂഹമേ മഹാത്മാക്കൾ എന്ന നിലക്കല്ലാതെ നിങ്ങൾ കാണരുത്, ആദരവൊരിക്കലും ആരാധനയായി പോകരുത് എന്ന് സമൂഹത്തോട് പഠിപ്പിക്കേണ്ടതിന് പകരം ഐക്യമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്നു. ഒരു നോട്ടീസ് നമ്മൾ കാണാനിടയായി. സഹോദരന്മാരെ, ഒരു നോട്ടീസ് ശ്രദ്ധയിൽപ്പെട്ടു. എന്താ? എല്ലാ ആളുകളും ഉണ്ട് ഇതില്, എല്ലാ ആളുകളും ഉണ്ട്. യഥാർത്ഥത്തിലുള്ള മുജാഹിദുകളല്ലാത്ത എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറെ സഖാഫിയുണ്ട്, അതുപോലെ തന്നെ സുല്ലമിമാരുണ്ട്, പല ആൾക്കാരുമുണ്ട്. എന്താ ഇവര് സമർപ്പിക്കുന്നതാരാ? കണ്ണൂരിലെ SIOക്കാരാ. കണ്ണൂരിലെ SIOക്കാര് എന്താണ് സംഘടിപ്പിക്കുന്ന പരിപാടി? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചരിത്രത്തിലേക്കൊരു അന്വേഷണം എന്നാണ്. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന, അദ്ദേഹമാണ് ഈ ഖുത്ബ് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കൂടെ കൂടിക്കൊടുത്തുകൊണ്ട്, എന്നാൽ ഇത് സംഘടിപ്പിച്ച വേദിയിൽ വെച്ച് അതിനെക്കുറിച്ച് പറയാൻ ധൈര്യമില്ലാതെ, ഞങ്ങളും അതിന്റെ ആളുകളാണ്, ഇതിനെ എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തണം എന്ന നില സ്വീകരിച്ചുകൊണ്ട് ഐക്യമുന്നണികൾ വരെ രൂപപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ ഒറ്റപ്പെടലിന്റെ നൊമ്പരം സഹോദരാ മുജാഹിദേ തോന്നുന്നുണ്ടോ? അത് തോന്നേണ്ടതില്ല. ആ ഒറ്റപ്പെടലിൽ ഒരു സുഖമുണ്ട്. കാരണം സത്യത്തിന്റെ പാതയിൽ അടിയുറച്ചു മുന്നേറുന്നു. സത്യം ആർക്കത്ര കയ്പുള്ളതാണെങ്കിലും ആ സത്യത്തെ ഉറക്കെ പറഞ്ഞുകൊണ്ട്, ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന
അതേ ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ സത്യം പറയുന്നു എന്നതിന്റെ പേരിൽ ഒരുപക്ഷെ അവന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായേക്കാം. ഏത് ആരോപണങ്ങളും ഒരു മുജാഹിദ് സഹിക്കും, ഏത് ആരോപണങ്ങളും ഒരു മുജാഹിദ് സഹിക്കും. പക്ഷേ ഒരു മുജാഹിദിന് സഹിക്കാനാവാത്ത ഒരാരോപണമുണ്ട്. അവന്റെ ജീവൻ തന്നെയും അപകടപ്പെടുത്തിക്കൊണ്ടവൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് തൗഹീദിന്റെ കാവലാളായിക്കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു മുവഹിദ്, അങ്ങനെയുള്ള ഒരു മുജാഹിദ്, ആ മുജാഹിദിനെ കുറിച്ചാണ് ഇപ്പൊ ചിലർ പറയുന്നത്, മുജാഹിദേ നിന്റെ തൗഹീദ് പൊട്ടിപ്പോയി, നീ ശിർക്കിലേക്ക് പോയി, നീ ജിന്നൂരിയാണ്, നീ ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ്, ജിന്നെ കാക്കണേ എന്ന് പറയുന്നവരാണ്, ജിന്നിനോട് തേടുന്നവരാണ്. ആളുകൾക്കിടയിൽ ഇങ്ങനെ ക്യാമ്പയിൻ നടത്തുക, ആളുകളോട് പോയിട്ട് സ്വകാര്യമായും അല്ലാതെയും സ്ത്രീകളെയൊക്കെ കണ്ട് വീടുകളിൽ കയറി സ്ക്വാഡ് വർക്ക് നടത്തിയിട്ട് പറയാണ്, കേട്ടില്ലേ എന്താണ് അത്ഭുതം, സക്കരിയ സലാഹി അയാൾ ആകെ പഴച്ചു, കാരണം ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളാ, ഒരു കുഴപ്പമില്ലാതിരുന്നു ഹുസൈൻ സലഫി എന്ന ആൾക്ക്, അയാളും ഇപ്പോ ഇങ്ങനെ പഴിച്ചിക്കണത്രേ. എന്തേ? അയാളും ജിന്നിനോട് തേടുന്നു അത്രേ, അയാളും ജിന്നിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വാദക്കാരനാണ് പോലും. സുബ്ഹാനല്ലാഹ്, പെരും കളവുകൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അടിച്ചു വിടുന്ന ഒരു കാലഘട്ടം. പടച്ച റബ്ബല്ലാത്ത ഒരാളെയും ഒരു സ്ഥലത്ത് വെച്ചും വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടുകൂടാ എന്ന് കണിശമായി ലോകത്തിന്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറെ ആളുകൾ ഏറ്റു നുണ പറഞ്ഞാൽ സമൂഹത്തിലെ കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചെങ്കിലോ എന്ന നിലക്ക് കൊല്ലങ്ങളോളമായി പലരും പറഞ്ഞു പയറ്റിയിട്ട് ആയുധമൊടിഞ്ഞു കിടന്നിരുന്ന ഒരു കാര്യത്തെ വീണ്ടും ജീവിപ്പിക്കാൻ ചില സഹോദരങ്ങൾ ശ്രമിക്കുന്നു എന്നത് എത്രമാത്രം സങ്കടകരമാണ്. ആലോചിച്ചു നോക്കൂ, ആരാ മുജാഹിദുകൾക്ക് നേരെ ഈ ശിർക്കിന്റെ ആരോപണം ആദ്യം കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ മേൽ, മുജാഹിദുകളായ നമ്മുടെ മേൽ നിങ്ങൾ ശിർക്കിലേക്ക് പോയി എന്ന് ആദ്യം ആരാ തെളിവ് കൊണ്ടുവന്നത്? ആദ്യം ആരാണ് വാദിച്ചത്? നമ്മുടെ കേരളത്തിൽ നിന്നാണോ അതിന്റെ തുടക്കം? അതേ, നമ്മുടെ കേരളത്തിൽ നിന്ന് തുടങ്ങി. അതിനൊരു സാഹചര്യമുണ്ടായി. അതെന്താ? ഒരു സാഹചര്യമുണ്ടായി. മുജാഹിദുകൾ എല്ലാ സ്ഥലത്തും ലോകാടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങളോട് പറയും, ജനങ്ങളെ, സർവശക്തനായ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കപ്പെടാൻ തരപ്പെട്ടവൻ അവനല്ലാതെ മറ്റാരുമില്ല. മരിച്ചുപോയ മഹാത്മാക്കളോടും ആരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കണിശമായി നമ്മൾ പറയുമ്പോ അതിന് നിങ്ങൾക്ക് യാതൊരു തെളിവുമില്ല കൂട്ടരെ. പ്രമാണങ്ങളിൽ നിങ്ങളുടെ ശിർക്കിന് തെളിവില്ല. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിന് നിങ്ങൾക്ക് രേഖയില്ല എന്ന് ജനങ്ങളോട് സമൂഹത്തിൽ അതേ മുമ്പ് കാലത്ത് മുതൽക്ക് തന്നെ പണ്ഡിതന്മാര് പറഞ്ഞപ്പോൾ അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരതാ ഒരു തെളിവ് കൊണ്ടുവരുന്നു. ഞങ്ങളുടെ കയ്യിൽ അതാ ഹദീസുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഹദീസുണ്ട്, ഞങ്ങളുടെ കയ്യിൽ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് തെളിവ്, ഞങ്ങളുടെ കയ്യിൽ ഹദീസുണ്ട്. അതാണ്, നിങ്ങളൊരു വിജനപ്രദേശത്ത് എത്തിപ്പെട്ടാൽ വിളിച്ചോ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണേ, ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദുശ്ശക്തികൾ ഒരു ദുർബലമായ ഹദീസ് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോ തന്നെ നമ്മുടെ പണ്ഡിതന്മാര്, മുൻഗാമികളായ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, അവർ കൃത്യമായി അതിനെതിരെ ഉരുളക്കുപ്പേരി മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? 2 മറുപടിയാ കൊടുത്തത്. ഒന്നാമത്തെ മറുപടി, നിങ്ങൾ കൊണ്ടുവന്ന കോള് ബലമുള്ളതല്ല, നിങ്ങൾ ഉദ്ധരിച്ച സംഗതി തെളിവിന് കൊള്ളുന്നതല്ല, അത് ദുർബലമായ ഹദീസാണ്, അതുകൊണ്ട് അതിങ്ങോട്ട് പറയണ്ട, അതിങ്ങോട്ട് കൊണ്ടുവരണ്ട. പിന്നെ രണ്ടാമതവരൊരു കാര്യം കൂടി പറഞ്ഞു, ഇനി ഹദീസ് സഹീഹാണെന്ന് നിങ്ങൾക്ക് വേണ്ടി സമ്മതിച്ചു തന്നാൽ തന്നെയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശിർക്ക്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഈ ഹദീസ് എന്ന് പറയുന്ന ദുർബല ഹദീസിൽ ഒരു തെളിവുമില്ല. ഇതിൽ പറയുന്നത് ശരിയാണെന്ന് വന്നാൽ തന്നെയും ആ വിജനപ്രദേശത്ത് വെച്ച് വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് വല്ല മലക്കുണ്ടെങ്കിൽ മലക്ക് കേൾക്കട്ടെ, ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേൾക്കട്ടെ, ദൂരെയുള്ള മലക്കോ, എവിടെ നിന്നും കേൾക്കുന്ന മലക്കോ, എവിടെ നിന്നും കാണുന്ന മലക്കോ അല്ല,
ആ വിളിക്കുന്ന മനുഷ്യന്റെ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്ന വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവര് കേൾക്കട്ടെ എന്ന് നനച്ചുകൊണ്ടുള്ള വിളിയാകുമ്പോൾ അതിൽ ശിർക്ക് വരുന്നില്ല, അഭൗതികത വരുന്നില്ല, പ്രാർത്ഥന വരുന്നില്ല എന്നങ്ങ് മറുപടി കൊടുത്തപ്പോൾ ആ കാലഘട്ടത്തിലെ കുബൂരികളെല്ലാം പത്തിമടക്കി താഴ്ത്തിയിരുന്നു. പിന്നെ മിണ്ടിയിട്ടില്ല. കേരളക്കരയിലും ഈ ചർച്ചകൾ വന്നു. കേരളത്തിലെയുള്ള കുബൂരികളും പണ്ട് അവരുടെ തലതൊട്ടപ്പന്മാര് പയറ്റി പരാജയപ്പെട്ട ഈ ദുർബലമായ ഹദീസ് കൊണ്ടുവന്നൊന്ന് പയറ്റി നോക്കാൻ ശ്രമിച്ചു. അങ്ങനെ പയറ്റി നോക്കാൻ ശ്രമിച്ചപ്പോൾ പയ്യോളിക്കാരൻ ഒരു മുസ്ലിയാരുടെ ഒരു വസ്വാസായിക്കൊണ്ട് മഹാനായ കെ ഉമർ മൗലവിയുടെ മേൽനോട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സെൽസബീൽ എന്ന് പറയുന്ന മാസികയിലേക്ക് 1970-കളിൽ ഒരു ചോദ്യം വന്നു. അല്ലാഹ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്നാണ് ഒരു മുസ്ലിയാർ പറയുന്നത്. മഹാത്മാക്കളെയൊക്കെ വിളിച്ചു തേടാനും മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്നാണ് ഒരു മുസ്ലിയാർ പറയുന്നത്. ആ ഹദീസിത അയാൾ ഉദ്ധരിക്കുന്ന തെളിവിത. ഉമർ മൗലവി പുതിയതൊന്നും പറഞ്ഞില്ല. ഉമർ മൗലവി അതിന് ഉത്തരം ഇടാൻ എന്ത് ചെയ്തു? പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു. ആ വിദ്യാർത്ഥി എഴുതി കൊടുത്ത മറുപടി മൗലവി വായിച്ചു, ശരിവെച്ചു. അതങ്ങനെ തന്നെ സെൽസബിയിൽ വന്നു. എന്താ അന്ന് വിദ്യാർത്ഥി എഴുതി കൊടുത്തത്? പണ്ട് പറഞ്ഞത് തന്നെ. പണ്ട് അറബ് ലോകത്തുള്ള കുബൂരികൾ തെളിവായി കൊണ്ടുവന്നപ്പോ അന്നുള്ള സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണോ മറുപടി കൊടുത്തത് അങ്ങനെ തന്നെ മറുപടി കൊടുത്തു. ഈ ഹദീസ് ദുർബലമാണ്, തെളിവിന് കൊള്ളില്ല. ഇനി വാദത്തിന് വേണ്ടി അത് സഹീഹാണെന്ന് സമ്മതിച്ചാൽ തന്നെയും അതിൽ ശിർക്കിന്റെ പ്രശ്നം വരുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രശ്നത്തിന്, നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ, നിങ്ങളുടേതായ ശിർക്കൻ പ്രവർത്തനം, ഇതിൽ തെളിവില്ല. ജിന്നോ മലക്കോ അവിടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വരട്ടെ എന്നേ അതിലുള്ളൂ. അതുപോലും നമുക്ക് പാടില്ലാത്ത സംഗതിയാണ് എന്ന നിലക്ക് കൃത്യമായി ഉമർ മൗലവിയുടെ മറുപടി വന്നു. ആ സെൽസബീലിൽ വന്നു. ഉമർ മൗലവി അതിനെ അംഗീകരിച്ചു. 71 കഴിഞ്ഞുപോയി. 2001 ഈ ഉള്ളവൻ ഷാർജയിൽ വെച്ചൊരു മുഖാമുഖം നടത്തിയപ്പോൾ അവിടെയും ആ സമൂഹത്തിലുള്ള ഈ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഖുറാഫികൾ ഈ ഹദീസ് കൊണ്ടുവന്നു. ഇതേ മറുപടി നമുക്ക് പുതിയതൊന്നും പറയാൻ പാടില്ലല്ലോ. നമുക്ക് പുതിയതൊന്നും പറയാൻ നമ്മൾ ആരാ? പണ്ട് പഠിച്ചിട്ടുള്ള നമ്മുടെ മുൻഗാമികളൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞതല്ലാതെ പറയാൻ നാം ആര്? നമുക്കതിനെന്ത് യോഗ്യത? പ്രമാണമല്ലേ പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ, ഉള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. 2001 മുഖാമുഖത്തിൽ അതേ മറുപടി കൊടുത്തു. 2004 വീണ്ടും ഈ പ്രശ്നം, അതേ നമുക്ക് വിഴുങ്ങാം, നിങ്ങളുടെ തൗഹീദ് ഞങ്ങൾ കാണിച്ചു തരാം, ശരിയാക്കി തരാമെന്ന നിലക്ക് ആയിരക്കണക്കിന് മുഖാമുഖം നടത്തി എന്ന് പറയുന്ന മുഖാമുഖ വീരന്മാരായ സഖാഫികൾ മണ്ണാർക്കാടന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഹുമാന്യനായ സക്കരിയ സലാഹിയുടെയും നമ്മുടെ പ്രവർത്തകന്മാരുടെയും മുമ്പിലെത്തി. മണ്ണാർക്കാട് സംവാദത്തിന് വലിയ കോള് എന്ന നിലക്ക്, വമ്പൻ ആയുധം എന്ന നിലക്ക് ഇത് പ്രയോഗിച്ചു നോക്കി. വളരെ ഈസിയായി നമ്മുടെ സലാഹി അവിടെയും മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? പണ്ട് അറബ് ലോകത്ത് സൈനി ദഹ്ലാൻ എന്ന ഖുറാഫി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ, അറബ് ലോകത്തെ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി, 1971 സെൽസബീലിൽ വന്ന മറുപടി, 2001 ഈ ഉള്ളവനും പറഞ്ഞതുപോലെയുള്ള മറുപടി, 2004 അതേ ആ പ്രത്യേകമായ സംവാദത്തിൽ മണ്ണാർക്കാട് വെച്ച് കൃത്യമായി തന്നെ പറഞ്ഞു, ദുർബലമാണ്, ഇത് സ്വീകാര്യമല്ല. ഇനി ഹദീസ് സഹിയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ശിർക്കൻ പ്രവർത്തനത്തിനും ഇസ്തിഗാസക്കും അതിൽ തെളിവേയില്ല. സർവ്വ സഖാഫിമാരും വാലുമടക്കി മിണ്ടിയില പിന്നെ ഇതും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത് ആരാന്നറിയോ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ മടവൂരികൾ എന്ന് പറയുന്ന ആളുകൾ. അവര് പറഞ്ഞു മുജാഹിദുകൾ. ആരാ മുജാഹിദുകൾ? AP ഭാഗം മുജാഹിദുകൾ. ആരാ AP ഭാഗം? ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന മുജാഹിദുകൾ. ആ മുജാഹിദുകളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഒരു പത്രത്തിൽ, അഥവാ സെൻസിംഗിൽ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മടവൂരികളുടെ പണ്ഡിതനായ സുല്ലമി, അദ്ദേഹം ഈ പത്രക്കാർക്ക് പോയിട്ടൊരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ ലേഖനമായിക്കൊണ്ട് ബോക്സ് ന്യൂസായി ഉള്ളിൽ കൊടുക്കുകയും കവർ ചിത്രമായിക്കൊണ്ട്, കവർ സ്റ്റോറി ആയിക്കൊണ്ട് കവറിൽ തന്നെ കൊടുത്തതെന്താണെന്നറിയോ? മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ. മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ. കേരളം മുഴുവൻ ഞെട്ടി, നമ്മളെല്ലാവരും ഞെട്ടി. നമ്മുടെ പേര് ശിർക്ക് ആരോപിച്ചിരിക്കുന്നു, നമ്മൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രചരണം
ആ സെൻസിംഗിൽ വന്നു. അതുപോലെ തന്നെ കേരളത്തിൽ പല രൂപത്തിലുള്ള വീണ്ടും വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് വസ്വാസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ പല മുസ്ലിയാക്കന്മാരും പലയിടങ്ങളിലുമായി കൊണ്ട് ഉദ്ധരിച്ചു നടന്നു. അതിന്റെ ഇടക്കാണ് 2007 ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനം വരുന്നത്. ജനപ്രദേശവും പകൽ വെളിച്ചവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരികൾ ഞാനത് ആവർത്തിക്കുന്നില്ല. അതും കൂടി കിട്ടിയപ്പോൾ കേരളത്തിലെ ഖുബൂരികളും അതുപോലെ തന്നെ മടവൂർ വിഭാഗത്തിലെ ആളുകളും കേരളം മുഴുവൻ മൈക്ക് കെട്ടിക്കൊണ്ടവര് പറഞ്ഞു, മൗലവി വിഭാഗം ഇതാ മുശ്രിക്കുകളായി പോയിരിക്കുന്നു. ഇവര് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു, ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്നു. അതിനുയർത്തിക്കാണിച്ചത് ഈ ഇസ്ലാഹ് മാസികയായിരുന്നു. അങ്ങനെ കേരളത്തിൽ ഇതിങ്ങനെ വലിയ ചർച്ചയാക്കി. എല്ലാവരും അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതാത്തത് അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു നാടൊട്ടാകെ ഇതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈ ഉള്ളവനടക്കം, എന്റെ സ്നേഹിതനായിരുന്ന അനസ് മൗലവി അടക്കം അതുപോലെയുള്ള ആളുകള് ജബ്ബാർ മൗലവിയുടെ വീട്ടിലേക്ക് പോയിട്ട്, അതെ ഇങ്ങനെ ഖുറാഫികൾ ഇതാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മൗലവി നിങ്ങൾ എഴുതിയത് ശിർക്കാണ്, പിൻവലിക്കണം എന്ന് പറയാനല്ല ഞങ്ങൾ പോയത്, മറിച്ചിതാ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ആശയം നിങ്ങളുടെ വരികളിതാ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഇത് പൊക്കിക്കാണിച്ചുകൊണ്ട് ഇതേ ജിന്നിനോട് തേടാമെന്നും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. AP ഭാഗം മൗലവി ഭാഗം മുശ്രിക്കുകളായി പോയിരിക്കുന്നു എന്ന് ഇതാ ഇവര് നാടൊട്ടാകെ പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ടൊരു വിശദീകരണം ആ രംഗത്ത് ആവശ്യമാണെന്ന് പറയുകയും, അതേ ഒരു വിശദീകരണം അതാ 2008 അതെ ഇസ്ലാഹ് മാസികയിലൂടെ പുറത്തു വരികയും ചെയ്തു. അതിലെന്താ വന്നത്? ഞാനിത് പറയേണ്ട കാര്യം എന്താണെന്നറിയോ? പല ആളുകളും പറയുന്നുണ്ട്, അബ്ദുൽ ജബ്ബാർ മൗലവി മുശ്രിക്കായി പോയിരിക്കുന്നു, നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങൾ എഴുതിയൊരു ശിർക്കാണ്, നിങ്ങൾ ആ ശിർക്ക് തിരുത്തണം എന്ന് പറയാൻ ഹുസൈൻ സലഫി അനസ് മൗലവിയുടെ കൂടെ പോയില്ലേ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ഞങ്ങളത് പോയിട്ട് നിങ്ങൾ ശിർക്കാണ് എഴുതിയിരിക്കുന്നത്, ആ വലിയ ശിർക്ക് തിരുത്തണം എന്ന് പറയാനല്ല ഞങ്ങൾ പോയത്. മൗലവി നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ വരികളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് കേരളത്തിലെ നമ്മുടെ ശത്രുക്കൾ നാം ശിർക്കിലേക്ക് പോയിരിക്കുന്നു, നാം മുശ്രിക്കുകളാണെന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു വിശദീകരണം ആവശ്യമാണ്. ആ അർത്ഥത്തിൽ അതേ വിശദീകരണം ഞങ്ങളൊക്കെ കൂടി തന്നെ തയ്യാറാക്കി. ആ തയ്യാറാക്കിയ വിശദീകരണത്തിൽ തന്നെ പ്രിയമുള്ളവരെ എന്താ മനസ്സിലാവുക? ശിർക്കുണ്ട് ഇസ്ലാഹിൽ, ഞങ്ങൾ തിരുത്തുന്നു എന്നാ ഞങ്ങൾ വിശദീകരണം കൊടുത്തത് അല്ല. എന്താ കൊടുത്തത് കേട്ടോ? വിജനപ്രദേശത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിക്കൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഞങ്ങൾ എല്ലാവരും കൂടെ തയ്യാറാക്കി കൊടുത്ത വിശദീകരണം അത്. ഇത്തരം ശിർക്കുകളെ സൂക്ഷിക്കുക എന്നല്ല, ഇത്തരം ദുഷ്പ്രചരണങ്ങൾ എന്താ നമ്മെക്കുറിച്ച് ഇല്ലാത്തതാ പ്രചരിപ്പിക്കുന്നത്. എന്ത്? ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതാരും പെട്ടുപോകരുത്, അങ്ങനെ ഒരു നിലക്കും അതിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് എഴുതി കൊടുത്തത്. അതാണ് ഇസ്ലാഹിൽ വന്നത്. മാത്രമല്ല എന്റെ സ്നേഹിതൻ അനസ് മൗലവി എത്രയോ മാസങ്ങൾ ഈ അടുത്ത കാലഘട്ടം വരെ ഇസ്ലാഹിന്റെ ലക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നമ്മുടെ നേരെ ശിർക്കുന്നയിച്ച ആളുകളോട് വളരെ തീക്ഷണമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, ഇതിലെവിടെയാണ് ശിർക്ക്, ഇതിലെവിടെയാണ് ശിർക്ക്? ജബ്ബാർ മൗലവിയെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു പോലും, മൗലവി ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പോലും അതിൽ ശിർക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ സ്നേഹിതന് എവിടെ വെച്ചാണ് വഴിമാറ്റം സംഭവിച്ചത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് ആ നിലക്കുണ്ടായിട്ട് പിന്നെ എവിടെ വെച്ചാണ് ഈ മാറ്റം എന്ന് വന്നത് എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. 2012 വരെയും ആ അർത്ഥത്തിൽ കേരളത്തിൽ എല്ലാവരും നമ്മുടെ നേതാക്കളും പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഒക്കെ ആ രംഗത്ത് ഏറെ കൈകാര്യം ചെയ്തവരാണ്. അവരൊക്കെ ഈ സമൂഹത്തോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലും നമ്മൾ ആണയിട്ട് സമൂഹത്തോട് പറഞ്ഞു, ജിന്നിന്റെയും ശൈത്താന്റെയും പേരിൽ
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ ശിർക്ക് ആരോപിച്ച ആരോപകന്മാരോട് നമ്മൾ പറഞ്ഞത് ആയത്തുദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ നദീം. അതേ, ഈ നിലക്ക് മുജാഹിദുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിനെ കുറിച്ച് എന്താ പുസ്തകത്തിൽ പറഞ്ഞത്? 2012 ഇറങ്ങിയ ഇതിന്റെ ഈ എഡിഷനിലും പറഞ്ഞത് എന്താണ്? 3rd എഡിഷൻ, 3ാമത്തെ പതിപ്പാണ് ഇത്, 2012 ഇറങ്ങിയത്. അതിലും പറഞ്ഞത് എന്താണ്? ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് KNM-കാരുടെ വാദമെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനക ഹദാ ബുഹ്താനുൻ നദീം. എന്താ പറഞ്ഞത്? നമ്മുടെ പേര് ആരോപിക്കുന്ന ആ ശിർക്ക് ആരോപണം വമ്പിച്ച കെട്ടുകഥയാണ്, അപരാധമാണ്, കള്ളമാണ്, ആരോപണമാണ് എന്ന് KNM പബ്ലിഷിംഗ് വിങ് ഇറക്കിയിട്ടുള്ള ജിന്നും ശൈത്താനും എന്ന പുസ്തകത്തിന്റെ ആമുഖം നോക്കൂ. 2012 ഇറങ്ങിയ പുതിയ പതിപ്പത്. ഈ 2012 പറഞ്ഞു KNM നമ്മൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ വാദമുണ്ട്. ഇല്ല, പിന്നെ എവിടെ നിന്ന് ഈ മാറ്റം വന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കൊക്കെയോ ജിന്നൊരു മറയാണ്, ശൈത്താനൊരു മറയാണ്, പലതും ഒരു പുകമറയാണ്. അതൊക്കെ ഉയർത്തിക്കാണിച്ചിട്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടണം എന്ന ലക്ഷ്യം, അത് പണ്ട് പലരും പയറ്റി പരാജയപ്പെട്ടപ്പോൾ, നേർക്കുനേരെ കഴിയില്ലെന്ന് വന്നപ്പോൾ ചില ചാരന്മാരെ ഇതിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. അവർ കട്ടുമുറിച്ച ക്ലിപ്പുകൾ ഉണ്ടാക്കി, അങ്ങനെയുള്ള സീഡികൾ ഉണ്ടാക്കി. ഞാൻ വിശദീകരിക്കുന്ന നേരത്തെ എന്റെ സ്നേഹിതൻ TK അഷ്റഫ് ഇവിടെ കൃത്യമായി വിവരിച്ചു. അത് നേതാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. കേരള ജംഇയ്യത്തുൽ ഉലമ പോലും ഇവർ ചാരന്മാരാണ്, ഇവർ ഈ സംഘടനക്ക് ദോഷമാണെന്ന് വിധി എഴുതിയ അതേ ആളുകൾ ഇപ്പോൾ അവർക്ക് KNM-ൽ വലിയ പദവികളാണ്, വലിയ സ്ഥാനമാണ്. അത്തരത്തിൽ ചാരന്മാരെന്ന് പറഞ്ഞ ആളുകൾ പലരും ഇപ്പോൾ അവരുടെ യോഗങ്ങളുടെ സംഘാടകരാണ്. അതേ, ചേരേണ്ടിടത്ത് ചേരുകയാണ്. അതേ, പറയേണ്ടവർ അന്ന് പറഞ്ഞത് എന്ത് ലക്ഷ്യത്തിലായിരുന്നു എന്ന് മുജാഹിദ് കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നുമല്ല പ്രശ്നം വേറെ എന്തൊക്കെയോ ഉണ്ട്. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, ശിർക്ക് ചെയ്യാത്തൊരു വിഭാഗത്തിന്റെ മേൽ അവര് മുശ്രിക്കാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു, അത പോകുന്നു ജിന്നൂരി, അവൻ ജിന്നിനെ വിളിച്ച് തേടുന്നവൻ. വിളിക്കുന്നത് തന്നെ ജിന്ന് എന്നാണ്, മനുഷ്യനല്ല, ജിന്ന. അത് ജിന്നുകളാ, അത് ജിന്നുകളെ കോൺഫറൻസ്, അത് ജിന്നുകളുടെ മീറ്റിംഗ്, ഒക്കെ ജിന്നുകളാ, എല്ലാം ജിന്നുകൾ. സമൂഹത്തിലേക്ക് കൊണ്ടുവന്നവരും മറ, ജിന്ന് എന്ന ഓമന പേരിട്ട് ആ മറക്ക് പിന്നിൽ നിന്ന് ചില കളികൾ കളിക്കുന്നവരവസ്ഥയാണ്. അല്ലാഹുവേ, നീ തന്നെ ഇതിലൊരു തീരുമാനമെടുക്കണം എന്ന് സങ്കടപ്പെടുകയല്ലാതെ നിവൃത്തിയില്ല. പക്ഷേ ജനങ്ങളിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണ് എവിടെയും കാണുന്ന ഈ മഹാജനസാഗരം. ജനങ്ങൾ അതാണ് സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ജിന്നും സിഹിറൊന്നല്ല പ്രശ്നം വേറെ എന്തൊക്കെയോ ആണ് എന്ന് അതാളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു സമൂഹത്തിന്റെ മേൽ അവർ ചെയ്യാത്തവരപരാധം ശിർക്ക് ഒരു സമൂഹത്തിന്റെ മേൽ പറയുമ്പോൾ അതെത്രമാത്രം ഗൗരവമാണ്. ഇത് കേൾക്കുമ്പോ ഒരുപക്ഷേ ഖുറാഫികൾ ചിന്തിച്ചേക്കും, മൗലവിമാരെ, നിങ്ങൾ പരസ്പരം ശിർക്ക് ആരോപിച്ചൊന്ന് തമ്മിലടിക്ക്, ആ പണിയെന്നല്ലേ നിങ്ങൾ ഞങ്ങളുടെ നേരെയും ചെയ്തത് എന്നൊരൊറ്റ ഖുറാഫിയുടെ മനസ്സിലും തോന്നേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദര, നിങ്ങളെപ്പറ്റി നിങ്ങൾ സമ്മതിക്കാത്ത ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്, മഹാന്മാരായ ആളുകളോട് ഞങ്ങൾ ഖബറിന്റെ സമീപത്ത് പോയാൽ ഞങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്കതിൽ ഒരു വിഷമവുമില്ല. ഞങ്ങൾ അവരെ വിളിച്ചു തേടുന്നവരാണ്. ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അത് പറയുന്നതിൽ എന്താണ് ഇത്ര വിഷമിക്കാനുള്ളത്
എന്നുവരെ സമ്മതിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞോ ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ മമ്പറം തങ്ങളോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ മുനമ്പത്ത് ബീവിയോട് പ്രാർത്ഥിക്കുന്നില്ല ഇന്നുവരെ പറഞ്ഞോ? ഇല്ല. മറിച്ച് എന്താ പറഞ്ഞത്? കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് നേതാവായ മുസ്ലിയാർ പോലും പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തെളിവായിക്കൊണ്ട് ധാരാളം ആയത്തുകൾ ഞാൻ ഇവിടെ ഓതി എന്ന് മറുപക്ഷത്തുള്ള നമ്മുടെ പണ്ഡിതന്മാരോട് വലിയ ധീരമായ ഒരു കാര്യമായി സമ്മതിച്ചയാളാണ് അപ്പുറത്തുള്ള മുസ്ലിയാര്. അതുകൊണ്ട് അവരുടെ മേൽ നമ്മൾ ആരോപണം പറയുകയല്ല, അവർ പോലും സമ്മതിക്കുന്ന വസ്തുതയാണ് പറഞ്ഞത്. അതേ അവസരത്തിൽ ഒരു മുജാഹിദ് തൗഹീദ് മനസ്സിലാക്കിയ ഒരു മുജാഹിദ് ഒരു കുട്ടിയാണെങ്കിൽ പോലും അവൻ ഏതൊറക്കത്തിൽ നിന്ന് വിളിച്ചാലും മോനെ വിജനപ്രദേശത്ത് വെച്ച് ആരെയാ വിളിക്കേണ്ടത്? അല്ലാനെയാ വിളിക്കേണ്ടത്. യാ ഇബാദല്ലാഹ് വിളിക്കാമോ? ഇല്ല. യാ അല്ലാഹ്. ഒരു സ്ഥലത്ത് വെച്ചും അതാണ് ഞങ്ങളൊക്കെ കൂടി അന്ന് ഇസ്ലാഹിൽ വിശദീകരണം കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും തെളിവില്ല, ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ കരുതിയിരിക്കുക. അന്ന പറഞ്ഞോട് തന്നെ ഇപ്പൊ നമ്മളുള്ളത്. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ കരുതിയിരിക്കുക. നോക്കൂ നിങ്ങൾ, അപ്പോ എത്രത്തോളം മാരകമായ നിലക്കുള്ള ആരോപണങ്ങളാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുജാഹിദുകൾ അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, മുജാഹിദുകൾ എന്ത് അന്ധവിശ്വാസത്തിലേക്കാ കൊണ്ടുപോയത്? ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കാം, അതിന് സാധ്യതയുണ്ട്. ഇത് പുതിയ വാദമാണോ? കെ എം മൗലവി അടക്കമുള്ള ആരാ? കെ എം മൗലവി കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന നമ്മുടെ സംഘടന കെട്ടിപ്പടുത്ത അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായ കെ എം മൗലവി തന്നെ പറഞ്ഞ വിശ്വാസമാണ്, അദ്ദേഹം പ്രചരിപ്പിച്ച വിശ്വാസമാണ് ജിന്ന് ശരീരത്തിൽ കൂടാം. അങ്ങനെ കൂടിയെന്ന് നമുക്ക് സംശയിക്കപ്പെടുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് മന്ത്രം നടത്തിക്കൊണ്ട് ആ രൂപത്തിലുള്ള ചികിത്സകൾ അവർക്ക് വേണ്ടി ചെയ്യാം. കെ എം മൗലവിയുടെ ഫത്വകളിൽ കാണാം. ആരാണിത് അംഗീകരിക്കാത്തത്? പിന്നെ പറയുന്നു കണ്ണേറ്. മുജാഹിദീങ്ങൾക്ക് ഈ കണ്ണേറൊക്കെ ഇല്ലാന്നായിരുന്നു പണ്ട് പറഞ്ഞത്. ആര് പറഞ്ഞു? നമ്മൾ പഠിക്കാത്തത് കൊണ്ടല്ലേ. നമ്മുടെയൊക്കെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എടുത്തു നോക്കൂ. ഇസ്ലാമിക ജീവിതം എന്ന അമാനി മൗലവിയുടെ ആ പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കൂ. കണ്ണേറിനെ സംബന്ധിച്ച് അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തെന്ന് കൃത്യമായി എന്ന മൗലവിമാര് വിശദീകരിച്ചിട്ടുണ്ട്. സിഹിറിനെ സംബന്ധിച്ച് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനമെന്ത്? സിഹിർ ബാധിക്കുമോ? അതോ ഒരു ചങ്ങാതി പറഞ്ഞതുപോലെ സിഹിറൊന്നും ബാധിക്കൂലാന്ന്? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ കാറിങ്ങോട്ട് തിരിക്കുമ്പോ സിഹിറിയിട്ടിട്ടും അങ്ങോട്ടാണ് തിരിച്ചൂടെ എന്ന് ഖുർആൻ റിസർച്ച് നടത്തുന്ന ഒരു മൗലവി പറഞ്ഞതായി ക്ലിപ്പുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിന്റെ പരിസരത്ത് എവിടെയോ വെച്ചിട്ട്. അങ്ങനെ സിഹിർ നിഷേധികളായ ആളുകൾ, അതിനെ പരിഹസിക്കുന്നവരായ മൗലവിമാർ, അതായിരുന്നോ കേരള നദുവത്തുൽ മുജാഹിദീനിന്റെ വിശ്വാസം? എന്താണ് ഖുർആൻ പരിഭാഷയിൽ വന്നത്? സിഹിറിനെ പറ്റി ബാധിക്കുമെന്നാണോ? ബാധിക്കില്ല, അത് കേവലം മിഥ്യയാണ്, പൊട്ടത്തരമാണെന്നാണോ വന്നത്? അതോ ഭാര്യാഭർത്താക്കൾക്കിടയിൽ പിണക്കമുണ്ടാക്കുമെന്നാണോ വന്നത്? എന്താണെന്ന് ഖുർആൻ പരിഭാഷ പോലും മുജാഹിദുകൾ വായിക്കുന്നില്ലേ? പിന്നെ എന്ത് പുതിയ വാദമാണ് നമ്മൾ പറഞ്ഞത്? മന്ത്രമുണ്ട് എന്ന് പറഞ്ഞതോ? മന്ത്രം, ഏത് മന്ത്രത്തെയാ നമ്മൾ എതിർത്തത്? കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥക്കിരുന്നപ്പോൾ പോലും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. മന്ത്രത്തിന്റെ ഇസ്ലാമികമായ വശങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. തർക്കമില്ലാത്തതുകൊണ്ട് വാദപ്രതിവാദത്തിൽ അതൊരു വിഷയമായി വന്നില്ല. കാരണം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി തന്നെ എന്താണ് മന്ത്രം, ഏതൊക്കെ മന്ത്രമല്ല, എങ്ങനെ ആയിരിക്കണം അതിന്റെ വിധിവിലക്കുകൾ എന്ന് സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു പുതിയ വാദവും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഒരു പുതിയ വാദവും ഈ സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമികമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എങ്ങനെ നിലനിർത്തണോ അതിനൊരു പോറലും ഏറ്റിട്ടില്ല, ഏൽക്കാനും പാടില്ല. ആ നിലക്ക് കൃത്യമായി അള്ളാഹുവിൽ അടിയുറച്ചുള്ള വിശ്വാസമാണ് നരകത്തിയിൽ എന്ന് നമ്മെ രക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമതല്ല പറഞ്ഞത് റസൂലിഹി, അവന്റെ റസൂലിൽ വിശ്വസിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന കേവലം നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുമോ? ഒരിക്കലും ആവില്ല, ഒരിക്കലും ആവില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെ വിശ്വസിക്കണം? അല്ലാഹു പഠിപ്പിച്ചതുപോലെ മുഴുവൻ വിശ്വസിക്കണം. ഉള്ളതൊന്നും കുറക്കാൻ പാടില്ല, ഇല്ലാത്തതൊന്നും കൂട്ടാനും പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മുഴുവൻ സത്യമാണ്, അതിൽ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നത് മുഴുവൻ സത്യമാണെന്നും അല്ലാത്തത് ഞാൻ സ്വീകരിക്കില്ല എന്നും പറയുന്ന നിലപാടിലേക്ക് പിഴച്ചുപോയ കക്ഷികൾ പണ്ടും വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഒരു സത്യവിശ്വാസിയുടെ നയമെന്താ? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സത്യവിശ്വാസികളായ ആളുകളുടെ സമീപനം എന്താണ്? അല്ലാഹുവിലേക്ക് വരൂ, അവന്റെ റസൂലിലേക്ക് വരൂ, ഖുർആനിലേക്ക് വരൂ, ഹദീസുകളിലേക്ക് വരൂ എന്ന് വിളിക്കപ്പെട്ടാൽ ആ ഖുർആനിനെയും ഹദീസുകളെയും, അതേ സ്വഹീഹായ ഹദീസുകളാണെങ്കിൽ പിന്നെ അതിൽ പിന്നെ ചിന്തിക്കേണ്ട പ്രശ്നമേ ഇല്ല. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയലാണ് വേണ്ടത്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, അവരാണ് വിജയിച്ച ആളുകൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ? ഒരു ഹദീസ് നമ്മുടെ കയ്യിൽ കിട്ടി, ആ ഹദീസിൽ പറഞ്ഞ കാര്യം ഖുർആൻ വിരുദ്ധമാണെന്ന് പലരും പറയുന്നു, അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന് പലരും പറയുന്നു. ഒരിക്കലും പ്രിയമുള്ളവരെ, ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസും വരൂല, ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസും സ്വഹീഹായ നിലക്ക് വരൂല. ചിലരൊക്കെ പറയുന്നു ഖുർആനിന് വിരുദ്ധമായ നിലക്ക് സ്വഹീഹായ ഹദീസ് വന്നേക്കാം. സ്വഹീഹായ ഒരു ഹദീസ് ഒരിക്കലും ഖുർആനിനെതിരെ വരില്ല. കള്ള ഹദീസുകളെ ഖുർആനിനെതിരെ വരികയുള്ളൂ. അതുകൊണ്ട് ഹദീസ് സ്വഹീഹാണോ, നബി തങ്ങൾ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടതാണോ, അത് 100% അംഗീകരിക്കലും വിശ്വസിക്കലും മുസ്ലിമിന്റെ ബാധ്യതയാണ്. തന്റെ ബുദ്ധിക്ക് യോജിച്ചുവോ എങ്കിൽ ഞാൻ സ്വീകരിച്ചോളാം, അതല്ലെങ്കിൽ ഞാൻ തള്ളിക്കളയുന്നു എന്ന നിലപാട് ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനേ പാടില്ല. അതാണ് ഇന്ന് ചില ആളുകൾ ഹദീസുകളോടുള്ള സമീപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാറ്റിവെക്കുകയാണ്. എങ്ങനെ മാറ്റിവെക്കുന്നു? പ്രവാചകൻ പറഞ്ഞു എന്ന് ഉറപ്പുള്ള ഹദീസ് ബുഖാരിയിലാണെങ്കിൽ പോലും മുസ്ലിമിലാണെങ്കിൽ പോലും എത്ര തന്നെ സ്വഹീഹാണെന്ന് തലമുറകളായി മുസ്ലിം ലോകം അംഗീകരിക്കുന്നതാണെങ്കിൽ പോലും അത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബുഖാരിയിലെ ഹദീസ് തോട്ടിലെറിയണമെന്നും കുപ്പയിലെറിയണമെന്നും തള്ളിക്കളയണമെന്നും ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ബാധ്യതയില്ലെന്നുമൊക്കെ പലരും മുജാഹിദുകളുടെ പേരിൽ പറയാണ്, എഴുതാണ്. ഒരിക്കലും ഒരു മുജാഹിദിന്, ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറപ്പുണ്ടോ എങ്കിൽ അത് മുഴുവൻ വിശ്വസിച്ചു കൊള്ളണം. ആ നിലക്ക് അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ സ്വീകരിക്കണം. അതിനോട് മുഴുവനും ബഹുമാനമുണ്ടാകണം, അതിനോട് മുഴുവനും ആദരവുണ്ടാകണം, അനുസരണബോധമുണ്ടാകണം. ആ നിലക്ക് മുഴുവനും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നാം ഒരിക്കലും പരിഹസിച്ചുകൂടാ. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ താടി വളർത്തി നെയ്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി ഉടുത്ത് മ്യൂസിക്കൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സിനിമകളും സീരിയലുകളും ഒക്കെ ഒഴിവാക്കിയപ്പോ ഇപ്പൊ അവരെക്കുറിച്ച് പറയാണ് അതൊക്കെ കേവലം ചില ജാടകൾ മാത്രമാണ്, തഖ്വല്ല ഉള്ളില്. മലപ്പുറത്ത് പ്രോഫ്കോൺ സംഘടിപ്പിക്കപ്പെട്ടു. പലരും പറഞ്ഞു മലപ്പുറത്ത് പ്രോഫ്കോൺ എന്ന മാമാങ്കം നടക്കൂല. ആരാ തീരുമാനിക്കേണ്ടത്? സീലുള്ളവനാണോ തീരുമാനിക്കേണ്ടത്? ലെറ്റർ പേഡ് ഉള്ളവരാണോ തീരുമാനിക്കേണ്ടത്? അതേ, ലോകത്തൊരാളുമല്ല അക്ബർ, അല്ലാഹു അക്ബർ, അല്ലയാണ് അക്ബർ. അവനാണ് തീരുമാനിക്കേണ്ടത്. അവന്റെ തീരുമാനം മലപ്പുറത്ത് നടന്നു. അതേ, ആയിരക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ അവിടെ തടിച്ചുകൂടി. അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം അവിടെ കിട്ടിക്കഴിഞ്ഞു. ആ രൂപത്തിലുള്ള മക്കളെ കണ്ടപ്പോൾ അതേ, അവരെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതൊക്കെ വ്യാജ ആത്മീയതയാണ് പോലും. പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ചില കപട ആത്മീയതകളാണ് അത്രേ വളർന്നു വരുന്നത്. താടി നീട്ടുന്നത് വ്യാജാത്മീയതയാണോ?
വസ്ത്രം കയറ്റി ഉടുക്കുന്നത് കപടാത്മീയതയാണോ? സംഗീതം ഒഴിവാക്കുന്നത്, സിനിമ ഒഴിവാക്കുന്നത്, സീരിയലുകളോട് വിട പറയുന്നത് കപടാത്മീയതയാണോ? പിന്നെ എന്താണ് ശരിയായ ശുദ്ധമായ ആത്മീയത? പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിലതാ ഈമാനിന്റെ മധുരമങ്ങ് ചെന്നപ്പോൾ വളരെ മോശപ്പെട്ട ജീവിതം ജീവിച്ചിരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ സത്യത്തിന്റെ പാതയിലേക്ക്, സുന്ദരമായ ഇസ്ലാമികമായ തീരത്തേക്ക് അവർ കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റമായിരുന്നു ആയിരങ്ങൾ മലപ്പുറത്തെ പ്രോഫ്കോണിൽ തടിച്ചുകൂടിയപ്പോൾ നമുക്ക് കാണാനായത്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. ആ നിലക്കുള്ള മാറ്റം മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ശരിയായ ആ തുടർച്ചയുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്നേഹമാണ് നമുക്ക് കിട്ടുന്നത്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹുവല്ലേ പറഞ്ഞത്? എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും എന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. ആ നബി തങ്ങളോട് സ്നേഹമുണ്ടായാൽ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്തിനെ ചോദിക്കുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ആ പുണ്യകർമ്മം നിർവഹിക്കുന്നു. നമസ്കാരത്തിന്റെ അകത്ത് സ്വലാത്ത് ചൊല്ലുന്നു. നമസ്കാരത്തിന്റെ പുറത്തതാ പ്രത്യേകം കൽപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിലതാ ആ സമയങ്ങൾക്ക് പുണ്യം വിചാരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്നു. പ്രത്യേകം സമയമോ പ്രത്യേകം എണ്ണമോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തടത്ത് നമ്മുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ആ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്നേഹ ഹബീബിനോടുള്ള നമ്മുടെ സ്നേഹമാണത്. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെട്ടു. അതെ, ഇപ്പോഴിതാ പുതിയ പുതിയ സ്വലാത്തുകൾ രംഗത്ത് വരുന്നു. പുതിയ സ്വലാത്തുകൾ മാത്രമല്ല, കൊരിയർ സ്വലാത്തുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. കൊരിയർ സ്വലാത്ത്, അതെന്താ? സാധാരണ ഇവിടെ അള്ളാഹ് നമുക്ക് സ്വലാത്ത് ചെല്ലാനൊരു സിസ്റ്റം നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് സ്വലാത്ത് ചൊല്ലിയാലും അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ. ഞങ്ങൾ ഏറ്റെടുത്തു എന്ന നിലക്ക് ചില മുസ്ലിയാക്കന്മാരിതാ ഇപ്പോൾ കൊരിയർ സലാത്തിന്റെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താണ് ആ സലാത്തിന്റെ പ്രത്യേകത? ആ സലാത്തിന്റെ പ്രത്യേകത, നിങ്ങൾ ചൊല്ലുന്ന സലാത്തുകൾ എത്രയാണ് നാരിയ സലാത്ത് നിങ്ങൾ ചൊല്ലിയതെങ്കിൽ ഓരോ സഹോദരനും ഓരോ സഹോദരിയും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈ നാരിയ സലാത്ത് ചൊല്ലിയിട്ട് ഉസ്താദേ ഞാൻ ഇത്ര എണ്ണം സലാത്ത് ചൊല്ലി എന്ന് SMS-ലൂടെ ഉസ്താദിന്റെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം. അങ്ങനെ ഉസ്താദ് അതൊക്കെ വാരിക്കൂട്ടും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുരീദന്മാര് ചൊല്ലുന്ന ആണും പെണ്ണുമൊക്കെ ചൊല്ലുന്ന സലാത്തുകൾ ഉസ്താദ് വാരിക്കൂട്ടും. എങ്ങനെ? SMS ഇങ്ങനെ കുമിഞ്ഞുകൂടും. അങ്ങനെ കുമിഞ്ഞുകൂടിയിട്ട് ഫാത്തിമ കുട്ടി പറയും ഞാൻ 340 ചൊല്ലി, അബ്ദുള്ള കുട്ടി പറയും ഞാൻ 716 ചൊല്ലി, ആമിനത്താത്ത പറയും ഞാൻ 3444 വട്ടം നാരിയ സലാത്ത് ചൊല്ലി. ഇതൊക്കെ കൂടി മുസ്ലിയാരിരുന്ന് കൗണ്ട് ചെയ്ത് 10 കോടി തികഞ്ഞാൽ മദീനത്തേക്ക് ഡും ഒരൊറ്റ പാർസലയക്കലാണ്. പുതിയ സലാത്തിന്റെ രീതിയാ. മുസ്ലിയാക്കന്മാരിപ്പോ സലാത്തൊക്കെ കൊരിയർ സർവീസിൽ വിടുകയാണ്. അങ്ങനെ ഇവർക്ക് SMS കിട്ടി, ഇവരുടെ ഓശാരവും ഇവരുടെ പ്രത്യേകമായ മേലാളത്വത്തോടുകൂടിയൊക്കെ മദീനത്തേക്ക് സലാത്ത് കയറ്റിവിടുന്ന ഒരു കച്ചവടം, പുതിയ പരിപാടിയാണ്, പുതിയ സംവിധാനങ്ങളാണ് സമൂഹത്തിലേക്ക് പലരും കൊണ്ടുവരുന്നു. അതേ, മുട്ടിപ്പടിയിലെ സലാത്തിന് വല്ല ഭംഗവും വന്നോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പുതിയത് സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ മുസ്ലിമേ, ഒരാൾക്കും നീ ചൊല്ലിയ സലാത്ത് SMS അയക്കണ്ട, നീ ആരോടും പറയണ്ട. നീ ചൊല്ലുന്ന ഓരോ സലാത്തും സർവശക്തനായ റബ്ബുൽ ആലമീൻ അതിന്റെ 10 പ്രതിഫലം നീ ഇഖ്ലാസോടെ നിർവഹിച്ചെങ്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് പരസ്യപ്പെടുത്തി ആളുകളുടെ മുമ്പിൽ ഞാനൊരു സലാത്ത് ചൊല്ലിയവനാണ് എന്ന പേരിന് വേണ്ടി സലാത്ത് ചൊല്ലിയാൽ ആ സലാത്തിന് പ്രതിഫലമില്ല. എന്നാലോ ഇവര് പഠിപ്പിക്കുന്നത് പണം വാരാൻ വേണ്ടി സലാത്ത് ചൊല്ലിയാലും ഞാനൊരു സലാത്തുകാരനാണെന്ന് ആളുകളുടെ മുമ്പിൽ പേര് കിട്ടണം എന്ന നിലക്ക് സലാത്ത് ചൊല്ലിയാലും അതിന് കൂലിയുണ്ട് എന്ന ഇസ്ലാമിന് നിരക്കാത്ത സിദ്ധാന്തമാണ്, പൊട്ടത്തരമാണ് സമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ സലാത്ത് മുജാഹിദുകൾ ചൊല്ലുന്നില്ല. മറിച്ച് മുജാഹിദുകൾ വജ്ഹുള്ള ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് കൃത്യമായി ചൊല്ലേണ്ടടുത്ത് സലാത്തുകൾ ചൊല്ലുന്നു, നബിതങ്ങളെ പിൻപറ്റുന്നു. കാരണമെന്താ? ഏത് സ്ഥലത്തും നമ്മുടെ നേതാവാണത്. ഏത് വിഷയത്തിലും നമുക്ക് പിൻപറ്റാനുള്ള നേതാവാണത്. എല്ലാ രംഗത്തും നമ്മുടെ മാതൃകയാണത്. അതേ അല്ലാഹ് പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ വിഷയത്തിലും അവിടുന്ന് നമുക്ക് മാതൃകയാണ്. നാളെ മഹ്ശറിലെത്തുമ്പോൾ വെച്ച കാല് മുന്നോട്ടിളക്കാൻ അള്ളാന്റെ കോടതിയിൽ സമ്മതിക്കുകയില്ല. ഒരു 4 കാര്യങ്ങൾക്ക് പ്രിയപ്പെട്ട മുസ്ലിമത്തെ നമ്മൾ മറുപടി പറയാതെ പരലോകത്ത് കാലനക്കാൻ റബ്ബ് സമ്മതിക്കൂല. നിന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. എത്ര വയസ്സ് നീ ജീവിച്ചോ? എന്തിലായിട്ടാണടോ നീ ആ സമയം ചെലവഴിച്ചത്? നിന്റെ യൗവനം നീ എങ്ങനെ ചെലവഴിച്ചു? യുവാക്കളെ, യുവതികളെ, യൗവന കാലഘട്ടം എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ട്. മാലിഹി, സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. എവിടെ നിന്നാണടോ നിനക്ക് സമ്പത്ത് കിട്ടിയത്? ഏത് മാർഗത്തിലാണടോ നീ ആ സമ്പത്ത് വിനിയോഗിച്ചത്, ചെലവഴിച്ചത് എന്ന ചോദ്യമുണ്ട്. ഇൽമിനെ കുറിച്ച് ചോദ്യമുണ്ട്. നീ എന്താണടോ പഠിച്ചത്? പഠിച്ചതനുസരിച്ച് നീ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണമെങ്കിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ പാലിക്കണം. ഇവിടെയാണ് ജനങ്ങൾ, അവിടെയാണ് മുസ്ലിം പേരുള്ളവരെ ബാറുകളിൽ കാണുന്നത് എന്തുകൊണ്ടാ? മദ്യഷാപ്പുകളിലെ ക്യൂകളിൽ മുസ്ലിം പേരുള്ളവർ നിൽക്കുന്നത് എന്തുകൊണ്ടാ? സ്കൂളുകളിലും സെക്കൻഡറി സ്കൂളുകളിലും പ്രൈമറി സ്കൂളുകളുടെയും കലാലയങ്ങളുടെയും പുറത്തുള്ള തട്ടുകടകളിൽ നിന്ന് ചില വർണ്ണാഭമായ പാക്കറ്റുകളിലൂടെ ചില കുട്ടികൾ നുണയുന്നതെന്താണ്? ചെറിയ ചെറിയ മക്കൾ പോലും അതേ ചില തട്ടുകടകളിൽ നിന്ന്, പെട്ടിക്കടകളിൽ നിന്ന് വാങ്ങിയിട്ട് സ്വകാര്യമായി വിദ്യാർത്ഥികൾക്കിടയിലൂടെ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ ലോകമല്ലേ നമ്മുടേത്? ലഹരി കുത്തിവെക്കുന്നു, ലഹരി നുണയുന്നു, മദ്യം ആസ്വദിക്കുന്നു. അള്ളാഹു നമുക്ക് ചെയ്യുന്ന ഒരു അനുഗ്രഹമാകുന്ന വിവാഹ ജീവിതം എന്ന് പറയുന്ന ആ പുണ്യകർമ്മം നാളെ നടക്കാൻ പോവുകയാണെങ്കിൽ തലേ ദിവസമതാ കല്യാണ വീട്ടിൽ വെച്ച് കുപ്പി പൊട്ടിക്കുന്നു, മദ്യം വിളമ്പുന്നു, കൂട്ടുകാരി വന്നുകൊണ്ട് ഒരുമിച്ചതാ ഒന്നിച്ചു കുടിക്കുന്നു. അന്നത് ലൈസൻസ് നൽകപ്പെട്ടതുപോലെ അറയൊരുക്കുന്നു, അറയിൽ കയറി ചാടി തിമർക്കുന്നു, തോന്നിവാസം ചെയ്യുന്നു, ഡാൻസ് ആടുന്നു, പുതുപെണ്ണ് പോലും ഡാൻസ് ആടുന്നു, ഗാനമേളക്കാർ വരുന്നു, ഗാനമേള അവതരിപ്പിക്കുന്നു, സിനിമാ നടീനടന്മാര് വരുന്നു, തലേന്നും പിറ്റേന്നുമൊക്കെ ആഘോഷത്തിമർപ്പിൽ അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഒട്ടേറെ സംഗതികളതാ കല്യാണത്തിന്റെ പേരിൽ. ഓ മുസ്ലിമേ, മുസ്ലിം എന്ന് പറയുന്ന പേരുള്ള മനുഷ്യൻ പടച്ചറബ് നൽകിയിട്ടുള്ള ധനവും ഉപയോഗപ്പെടുത്തിയിട്ട് വിവാഹത്തോടനുബന്ധിച്ച് തോന്നിവാസങ്ങൾ ചെയ്യുന്നു, ആർഭാടങ്ങൾ ചെയ്യുന്നു, ഹറാമുകൾ ചെയ്യുന്നു, നൃത്യങ്ങൾ ആസ്വദിക്കുന്നു, ഗാനമേളക്കാരെ കൊണ്ടുവരുന്നു, ഡാൻസ് ആടുന്നു, ആടിത്തിമർക്കുന്നു, കുടിക്കുന്നു, കുടിപ്പിക്കുന്നു. ഉത്തരവാദപ്പെട്ടവരതിനെപ്പറ്റി മിണ്ടാതെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മാളത്തിലേക്ക് വലിയുന്നു. സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇത് നാളെ മഹ്ശറിൽ കണക്ക് പറയണ്ടേ? ഇത് നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിനെപ്പറ്റി മറുപടി പറയണ്ടേ? ഏത് മാർഗത്തിലാണടോ നിനക്ക് പണം കിട്ടിയത്? ഏത് മാർഗത്തിലേക്കാ നിന്റെ പണം നീ ചെലവഴിച്ചത്? അതേ പണം കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നു കുട്ടികൾക്ക് മൊബൈല്, ധാരാളക്കണക്കിന് സംവിധാനങ്ങളുള്ള ആധുനിക മൊബൈലുകൾ നമ്മുടെ മക്കളതാ ഉപയോഗപ്പെടുത്തുന്നു. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുന്നു. ഭാര്യാഭർത്താക്കൾ തമ്മിലടിക്കേണ്ടി വരുന്നു. ഉപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങേണി കാണുന്നത് മക്കൾ കാണേണ്ടി വരുന്നു. അയൽക്കാരന്റെ കൂടെ മകളതാ ഒളിച്ചോടിപ്പോകുന്നു. അയൽവാസിയുടെ കൂടെ അതാ അന്യമതസ്ഥനാണോ അല്ലേ എന്നതൊന്നും പ്രശ്നമല്ല, ആരായാലും വിരോധമില്ല, എനിക്കയാള് മതി എന്ന നിലക്കതാ ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നു. ഇന്റർനെറ്റിലൂടെ, മൊബൈലിലൂടെ പ്രണയങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നു. പ്രേമത്തിന്റെ കാവ്യങ്ങൾ ഇങ്ങനെ മെസ്സേജ് വരുന്നു, അശ്ലീല രംഗങ്ങൾ മെസ്സേജായി പെയ്തിറങ്ങുന്നു. പ്രിയമുള്ള സഹോദര, ആരാണ് ഉത്തരവാദി? മുഹമ്മദ് റസൂലുള്ളയോട് സ്നേഹമുണ്ടോ?
അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ മുസ്ലിമേ? മുസ്ലിം വീടുകൾ സിനിമാ ഹാളുകളായി മാറുന്നുവോ? മുസ്ലിം വീടുകളതാ മദ്യശാലകളായി മാറുന്നുവോ? മുസ്ലിം വീടുകളതാ പ്രണയത്തിന്റെ വാർഡുകളായി മാറുന്നുവോ? ഇത്രത്തോളം സൗകര്യമുള്ളവര് ലോകം പാതിരാക്ക് വീടുമടച്ച് റൂമിലതാ തലയണക്കരികിൽ ഒരിപ്പിച്ചു വച്ച മൊബൈലിലൂടെ എത്ര മണിക്കൂറും കാമുകിയോട് കാമുകനുമായി കൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി ഫ്രീ കോളുകൾ അനുവദിച്ചുകൊണ്ട് മൊബൈൽ കമ്പനികൾ ഓഫറുകൾ പ്രഖ്യാപിക്കുന്ന പാതിര മുതൽ നേരം പുലരുവോളമുള്ള സമയം നമ്മുടെ ചെറുപ്പക്കാരിത് ഉപയോഗപ്പെടുത്തുമ്പോൾ എവിടെയാണ് പ്രിയപ്പെട്ട മുസ്ലിമേ സുരക്ഷിതത്വം? എവിടെയാണിന്ന് നമുക്കുള്ളത്? ഇത് പടർന്നു പിടിച്ചപ്പോഴല്ലേ സ്വന്തം മകൾക്ക് ഉപ്പയെപ്പോലും പേടിക്കേണ്ടി വരുന്നത്? കോടതിയിൽ വെച്ച് ഗർഭിണിയായ 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിക്ക് കോടതിയിൽ വെച്ച് ജഡ്ജിയോട് പറയേണ്ടി വന്നില്ലേ, എന്റെ വീർത്തു വരുന്ന ഈ വയറിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം അതെ ആ നിൽക്കുന്ന എന്റെ പിതാവെന്ന് പറയുന്ന ഈ മനുഷ്യനാണെന്ന് കോടതിയിൽ വെച്ച് പറയേണ്ടി വന്ന, കേൾക്കേണ്ടി വന്ന ഈ കേരളത്തിന്റെ അപമാനം എത്രയാണ്? പ്രേമിക്കുകയാണ്, സല്ലപിക്കുകയാണ് ഈ മൊബൈൽ ഫോണിലൂടെ. ആരും കേൾക്കാനില്ല, അറിയാനില്ല. ഞാനതുകൊണ്ടാ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, തൗഹീദ് അടിയുറച്ചോ മുസ്ലിമേ? അള്ളാഹുവിലുള്ള വിശ്വാസം അടിയുറച്ചിട്ടുണ്ടോ മുസ്ലിമേ? എങ്കിൽ പിന്നെ ബാപ്പ കാണുന്നില്ലെങ്കിലും ഉമ്മ കാണുന്നില്ലെങ്കിലും എല്ലാ കണ്ണുകളും ഉറങ്ങിയാലും ഉറങ്ങാത്ത കണ്ണുകളാണ് എന്റെ റബ്ബിനുള്ളത്. അവൻ എന്നെ കാണുന്നു, നോക്കുന്നു, അറിയുന്നു എന്ന് വന്നാൽ, ഓ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, ഏത് മക്കൾക്കാണ് നിങ്ങൾ നോക്കുന്നില്ലെങ്കിലും തെറ്റ് ചെയ്യാനാവുക? സാധ്യമല്ലല്ലോ. അതുകൊണ്ടാ പറയുന്നത്, ഈമാൻ ശരിപ്പെടുത്തിക്കോ. ഈ മൊബൈലിലൂടെ പ്രണയം നടത്തിയിട്ട് അടുത്ത ദിവസമല്ലേ ഈ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലുള്ള ഒരു റിപ്പോർട്ട്, അതേ എന്റെ കയ്യിലുള്ള പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. മൊബൈൽ പ്രണയം, കാമുകനെ കണ്ട യുവതി ബോധം കെട്ടു. മനസ്സിലാക്കണം, പത്രത്തിൽ വന്ന റിപ്പോർട്ട് എന്താ? കൂത്തുപറമ്പിലാ. ഈ ജില്ലയിലായതുകൊണ്ട് പ്രത്യേകങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഈ ജില്ലയിൽ കേട്ട എന്താ? മൊബൈൽ ഫോണിലൂടെ പ്രണയത്തിലേർപ്പെട്ട് നാടുവിട്ട യുവതി 67 വയസ്സുകാരനായ കാമുകനെ കണ്ടപ്പോൾ ബോധം കെട്ടു വീണു. ഒരു കൊല്ലായി പെണ്ണ് ഇയാളേറ്റ് സല്ലപിക്കണ്. ഒരു കൊല്ലമായി മോള് ഇയാളുമായിട്ട് സല്ലപിക്കണ്. ഏതോ ഒരു മുസ്ലിം പേരുള്ള ഹംസാക്കയാണ് പോലും. നല്ല ചെറുപ്പക്കാരന്റെ സംസാരം, നല്ല യുവാവാണെന്നാണ് പെണ്ണ് വിചാരിച്ചത്. അങ്ങനെ കൊല്ലമായി സംസാരിക്കുന്നു. അവസാനം ഇവർക്കൊന്ന് സംഗമിക്കാൻ മോഹം. അങ്ങനെ സംഗമിക്കാൻ വേണ്ടി പറഞ്ഞുറച്ച സ്ഥലത്ത് പെണ്ണ് ബസ് സ്റ്റാൻഡിൽ വരികയാണ്. അതെ, വീട് വിട്ടിറങ്ങിയ യുവതി കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലെത്തുന്നു. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് ചെക്കനെ കാണാനില്ല. എന്റെ പ്രിയപ്പെട്ട തേനേ പാലേ കണ്ണേ, നീയില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീയില്ല എന്നൊക്കെ പറഞ്ഞ് നാവുകൊണ്ട് വ്യഭിചരിച്ച കാതുകൾ കൊണ്ട് വ്യഭിചരിച്ച അതേ ഹബീബ് അങ്ങനെയാ പറഞ്ഞത്. അശ്ലീലം പറയുന്ന നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. അശ്ലീലം കേൾക്കുന്നത് കാതിലുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ആ വ്യഭിചാരം ഒരു കൊല്ലം നടത്തിയ പെണ്ണ് നേർക്ക് നേരെ ഈ ആളെ ഒന്ന് കാണണമല്ലോ, പറഞ്ഞുറപ്പിച്ച് വന്നു നോക്കുമ്പോൾ ഫോണടിച്ചിട്ട് എടുക്കുന്നത് ആരാണെന്നോ? 67 വയസ്സുള്ള കിളവൻ ഹംസാക്കയാണ്. പെണ്ണ് അപ്പടും ബോധം കെട്ട് വീണു. ആലോചിച്ചു നോക്കണം, എന്ത് ചതിക്കുഴിയിലാണ് ഈ വീഴുന്നത്. എവിടെയാണ് പ്രിയമുള്ളവരെ? ഇനി ചെറുപ്പക്കാരനാണെങ്കിൽ പറ്റുമെന്നാണോ ഇതിന്റെ മറുവശം? അല്ല. ഓ സഹോദരാ, നിനക്കവരുമായി സംസാരിക്കാൻ സഹോദരി നിന്റെ ആങ്ങളയാണോ, നിന്റെ ഭർത്താവാണോ, ആരാണ്, നിന്റെ ഉപ്പയാണോ? അതെ, കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സമ്മാനം കൊടുക്കുന്നത് മൊബൈലാണ്. അതെ, കാർഡ് വാങ്ങി കൊടുക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഉറപ്പിക്ക് തീരുമാനമാകുമ്പോഴേക്ക് ആ നിലക്കതാ അശ്ലീല ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സഹോദരന്മാർ ആലോചിക്കൂ നിങ്ങൾ, എത്രമാത്രം അപകടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥ സമൂഹത്തിലേക്ക് വന്നു. സിനിമകൾ ഉണ്ടാക്കിയ, സീരിയലുകൾ ഈ സമൂഹത്തിലേക്ക് ഉണ്ടാക്കിയ, ഒളിച്ചോട്ടത്തിന് പ്രേരിപ്പിക്കുന്ന കഥകളല്ലാതെ സീരിയലുകാർക്ക് എന്താ പറയാനുള്ളത്? എല്ലാ സീരിയലും എല്ലാ സിനിമയിലും തത്വം ഒന്ന് തന്നെ. അവസാനം ഒരാണ് ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല, ഒന്നുകിൽ ചത്തു അല്ലെങ്കിൽ ചത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആയി അല്ലെങ്കിൽ ആയില്ല. തന്നെ എല്ലാത്തിലും കഥ. ഇതാണ് സമൂഹത്തിൽ പൊടിപ്പും തൊങ്കലും വെച്ചിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ചങ്ങലകൾക്കും ഭ്രാന്ത് പിടിച്ചാലോ? ഈ നിലക്കുള്ള സിനിമകളോട് വിട പറയൂ പ്രിയമുള്ളവരെ.
സീരിയലുകളോട് വിട പറയൂ. കാണാവുന്നതേ കാണാവൂ, കേൾക്കാവുന്നതേ കേൾക്കാവൂ, പറയാവുന്നതേ പറയാവൂ എന്ന ഇസ്ലാമികമായ നിയമങ്ങളെ സംബന്ധിച്ച് സമൂഹത്തോട് ബോധവൽക്കരണം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ ആർക്കാണ് ഇന്ന് നട്ടെല്ലുള്ളത്? ഖുറാഫി മൂലയന്മാര് വരെ ചാനലുണ്ടാക്കി പോയി. മൂലയന്മാരിപ്പോ കുപ്പിവളയും തട്ടുവളയും കുപ്പിവളയൊക്കെ ആയിട്ട് ഒരു പോയി. അവിടെ ഡാൻസും മാട്ടവും പാട്ടും കൂത്തും സിനിമയും സീരിയലും എല്ലാ പരിപാടിയുണ്ട്. അവർക്കൊരു ചാനലും കൊണ്ട് മുസ്ലിയാക്കന്മാര് പോയി. പല രൂപത്തിലുള്ള ആളുകളുടെ കാർമ്മികത്വത്തിൽ അവരുടേതായ ചാനൽ ദർശന എന്ന പേരിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുറെ കഴിഞ്ഞപ്പോഴതാ 2013 ഫെബ്രുവരി 10 മുതൽ മലയാള ചാനലുകൾ മുമ്പത്തെ പോലെയാകൂല എന്നും പറഞ്ഞിട്ടതാ ഒരുപാട് സുന്ദരിമാരുടെ പരസ്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകളായി കാണുന്നു. അങ്ങനെ ഏതോ ഒരു വണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമവും അതും ഇറങ്ങി. അവർക്കും ഇത് പറയാൻ യോഗ്യതല്ല. അപ്പോഴൊക്കെ നമ്മൾ കണക്ക് കൂട്ടി. എന്താ? നമ്മളപ്പോഴും കണക്ക് കൂട്ടി, മുജാഹിദ് കേരളത്തിന് ഇതിനെയൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നേരിടാനുള്ള ചങ്കൂറ്റമുണ്ട്, ത്രാണിയുണ്ട്. പക്ഷേ സർവ്വ മുജാഹിദുകളുടെയും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ മൊത്തം പിന്തുണ ഈ ചാനലുകാർക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കാൽ കീഴിൽ വെച്ചുകൊടുക്കുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് പോയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ തുടങ്ങി നന്നായി പറഞ്ഞ്, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബാണിത്. നേതാക്കന്മാരൊക്കെ കുലുങ്ങി ചിരിച്ചു. വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മുശ്രിക്കുകളായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ കുലുങ്ങിച്ചിരിച്ചു. മാത്രമല്ല, സിനിമക്കെതിരെ, സീരിയലുകൾക്കെതിരെ, മ്യൂസിക്കുകൾക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പത്രത്താളുകൾ, നമ്മുടെ ലേഖനങ്ങൾ, നമ്മുടെ ഉത്ബോധന ഖുതുബകൾ അതൊക്കെ കേട്ട് സമൂഹത്തിൽ എന്നതാ ഇത്തരത്തിലുള്ള അശ്ലീലതകളോട്, ജീർണതകളോട് വിട പറഞ്ഞു പോയിട്ടുള്ള മുജാഹിദുകൾ, അവരുടെ മനസ്സിന് വല്ലാത്ത നൊമ്പരം. അതേ, നേതാവതാ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നുവത്രേ, വസിയത്തായി പറഞ്ഞിരിക്കുന്നുവത്രേ, നിർബന്ധമായും നിങ്ങൾ പോയിട്ട് വ്യക്തിപരമായിട്ടല്ല, കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ അറിയിക്കണം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമമുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയാണ്, നിങ്ങൾ നേതാക്കന്മാരെ വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. അത് നമുക്കൊരിക്കലും ഇല്ല സുഹൃത്തുക്കളെ. ഒരു നേതാവിന്റെയും വ്യക്തിപരമായ ദൂഷ്യങ്ങൾ നമ്മൾ പറയുന്നില്ല. ആരാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് എല്ലാം തികഞ്ഞവനായിട്ടുള്ളത്? മനുഷ്യരിലെല്ലാം അബദ്ധങ്ങൾ സംഭവിക്കില്ലേ? ആരാണ് മഅസൂമുകളായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത്? എല്ലാവരും പാപം ചെയ്യുന്നവരല്ലേ? അബദ്ധങ്ങൾ സംഭവിക്കാത്ത മഅസൂമുകൾ ആരാണുള്ളത്? പ്രവാചകന്മാരല്ലാതെ. അതുകൊണ്ട് ഇവിടെ വ്യക്തിപരമായിട്ട് ആരുടെയെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അത് കടന്നെടുത്തുകൊണ്ടല്ലോ നമ്മൾ സമൂഹത്തോട് പറയുന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന പരിപാവനമായ ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മൊത്തം പിന്തുണ ഒരു രൂപത്തിലുള്ള ജീർണതകൾ ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു ചാനലിന്റെ കീഴിൽ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ പ്രശ്നം വൈയക്തികമാണോ? പ്രശ്നം വ്യക്തിപരമാണോ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, അതോ ഒരു പൊതുവായ ഇസ്ലാമികമായ പ്രശ്നമാണോ? നിങ്ങൾ ആലോചിക്കണം. പലരും ഇപ്പൊ പറയുന്നു, നിങ്ങളെല്ലാം തികഞ്ഞവനാണോ? സലാഹി തികഞ്ഞവനാണോ? മറ്റേയാൾ തികഞ്ഞവനാണോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ എല്ലാം തികഞ്ഞവരാണോ? ആരും തികഞ്ഞവരല്ലല്ലോ. അള്ളാഹു നമ്മയെല്ലാം അവന്റെ പ്രത്യേകമായ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരാ തെറ്റുകൾ ചെയ്യാത്തവർ? ആരാ അബദ്ധം വരാത്തവർ? പക്ഷെ ഇവിടെ അതാണോ പ്രശ്നം? ഇവിടെ അതാണോ വിഷയം? കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അത് പ്രമാണമായി കൊണ്ട് അംഗീകരിക്കുന്ന, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ പ്രമാണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സലഫുകളുടെ മൻഹജിലൂടെ മുന്നോട്ട് നീങ്ങുന്ന കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ മൊത്തം പിന്തുണ ഇവർക്ക് കൊണ്ടുപോയി പതിച്ചു കൊടുത്തില്ലേ? ഇനി എന്താ വരാൻ പോകുന്നത്? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ എതിർത്താൽ നേതാക്കന്മാര് പറയും, അതെ, അതിന്റെ സംഘാടകര് പറയും, ഇതിന്റെ അടിയിൽ നിങ്ങളുടെ പ്രസിഡന്റിന്റെ പ്രാർത്ഥനയുണ്ട്,
ഇതിനടിയിൽ നിങ്ങളുടെ വൈസ് പ്രസിഡന്റിന്റെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ പിന്തുണയുണ്ട്. ഇത് സഹിക്കാനാകുമോ മുജാഹിദേ? എന്താ കാരണം? നമുക്കൊരു മഹാനായ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബഹുമാന്യനായ KM മൗലവി റഹിമഹുല്ലാഹ്. കേരള ഋതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനക്ക് തുടക്കം കുറിച്ച ഇതിന്റെ ആദ്യകാല പ്രസിഡന്റ് KM മൗലവി റഹിമഹുല്ലാഹ് മഹാനവറുകളതാ സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പലതവണ മഹാനവറുകൾ പോയി വന്നിട്ടുണ്ട്. അന്ന് KNM-ന്റെ ആദ്യകാല പ്രസിഡന്റായിരുന്നു നമ്മുടെ KM മൗലവി. ആ KM മൗലവി പലതവണ ഹജ്ജിന് പോയപ്പോ ഒരു തവണ ഹജ്ജിന് പോയി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വല്ലാത്ത വേദന. എന്താ കാരണം? 100% ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് നടത്തുന്നു എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവിടെയുള്ള ടിവിയിലൂടെ, അവിടെയുള്ള റേഡിയോകളിലൂടെ അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചിട്ടുള്ള മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി ചില വാർത്തകൾ കേൾക്കുന്നു. അതേ ആ രൂപത്തിലുള്ള ചില പരിപാടികൾ, സംഗീതങ്ങളുമൊക്കെ സൗദി അറേബ്യയിൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നു. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മഹാനവറുകളതാ സൗദി അറേബ്യയിലേക്ക് കത്തയക്കുന്നു. എന്താ സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം കത്തയച്ചത്? സൗദി അറേബ്യയിലേക്ക് KM മൗലവി എഴുതിയ കത്ത് കേട്ടോളി. ശരിക്കും ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ അന്നത്തെ നിലപാടും ഇന്നത്തെ നിലപാടും എവിടെ എത്തിയെന്ന് ചിന്തിക്കാനാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കൊരു വീണ്ടും വിചാരം വരാനാണ്, അവരെ ആക്ഷേപിക്കാനല്ല. ആരുടെ അടുക്കലെങ്കിലും അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ അത് അദ്ദേഹം വ്യക്തിപരമായി പോയി പറഞ്ഞതാണ്, ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ ഉംറക്ക് പോയപ്പോൾ ആരോടും ഇതിന് പോയി പിന്തുണ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. കേരള ഋതുവത്തുൽ മുജാഹിദീൻ എന്ന പരിപാവനമായ പ്രസ്ഥാനത്തിന് ഇതിൽ ഒരു നിലക്കുള്ള പങ്കുമില്ല എന്ന് ഈ സമൂഹത്തോടൊന്ന് തുറന്നു പറഞ്ഞാൽ ഖുർആനിനോടും ഹദീസിനോടും സ്നേഹമുള്ള മുജാഹിദിന്റെ മനസ്സിൽ അതെത്ര കുളിരുമഴയായിരിക്കും, അതെത്ര വലിയ ആശ്വാസമായിരിക്കും. നേതാക്കളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവർ തിരുത്തട്ടെ. KM മൗലവി അതാ ആദ്യമായി പ്രസിഡന്റായി ചുമതലയെടുത്ത KM മൗലവി പോയ പാത, നമ്മുടെ മുൻഗാമികൾ പോയ പാത, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാത, അത് പിൻപറ്റിക്കൊണ്ട് ജീവിച്ച KM മൗലവി അതാ സൗദി അറേബ്യയിലെ രാജാവിന് കത്തയക്കുന്നു. എന്താണ് പ്രഥമ പ്രസിഡന്റ് KM മൗലവി കത്തയക്കുന്നത് കേട്ടോ? വാദ്യമേളങ്ങളോട് കൂടിയ സംഗീത ഗാനാദികൾ ഇവിടത്തെ പ്രക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ആരായി? ഞങ്ങൾ കേരളത്തിലെ സലഫികൾ. കേരളത്തിലെ സലഫികളാണ് ഞങ്ങൾ. ആ കേരളത്തിലെ സലഫികളായ ഞങ്ങൾ അറിയുന്നു, നിങ്ങളുടെ രാജ്യത്ത് ചില പ്രക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് സംഗീതവും മ്യൂസിക്കുമൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഇനി കേട്ടോ, എന്താ ഇതിന്റെ വിധി? ശരിയാണോ, ഹറാമാണോ, ഹലാലാണോ? നിഷിദ്ധങ്ങളായ ഇത്തരം പരിപാടികൾ കണ്ടോ, വളരെ ചങ്കൂറ്റത്തോടെ, വളരെ ധൈര്യത്തോടെ നമ്മുടെ പ്രസിഡന്റ് സൗദി രാജാവിനോട് കത്തയക്കുന്നു. നിഷിദ്ധങ്ങളായ ഇത്തരം പരിപാടികൾ വഴി വളരുന്ന തലമുറയെ മാനസികമായി ദുഷിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട രാജാവിനെ ഉണർത്തുവാൻ ഞാൻ മുതിരുകയാണ്. ബഹുമാനപ്പെട്ട രാജാവേ, നിങ്ങളോട് ഞാൻ വിനയത്തോടെ ഉണർത്തട്ടെ. ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സ് ദുഷിച്ചു പോകും. അതുകൊണ്ട് ഇത്തരം പ്രക്ഷേപണങ്ങളുടെ പരിണിത ഫലമായി തുറക്കപ്പെടാവുന്ന നാശങ്ങളുടെ കവാടങ്ങൾ പിന്നീട് ഭരണകൂലം ഉദ്ദേശിച്ചാലും കൊട്ടിയടക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടത് നിർത്തലാക്കണേ. സൗദി രാജാവിന് കേരളക്കരയിലെ സലഫികളുടെ പ്രതിനിധിയായിക്കൊണ്ട് KM മൗലവി റഹിമഹുല്ലാഹ് 50കളിൽ കത്തെഴുതുന്നു. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, 50കളിൽ കത്തെഴുതുകയാണ്. അതേ സൗദി അറേബ്യയിൽ കണ്ട ഈ രൂപത്തിലുള്ള ചാനലുകളൊന്നും അന്നവിടെയില്ല. മ്യൂസിക്കിന്റെ അകമ്പടിയോടെ എന്തോ ചിലത് കണ്ടപ്പോഴേക്ക് ബഹുമാന്യനായ KM മൗലവിയുടെ മനസ്സ് വേദനിക്കുന്നു. ഈ രാജ്യത്തെത്തിയപ്പോൾ മനസ്സിൽ അതിങ്ങനെ നീറിപ്പുകയാണ്. കത്തെഴുതുന്നു രാജാവിനോട്, അത് നിർത്തണേ രാജാവേ, നിങ്ങളെ സ്നേഹിക്കുന്ന സലഫികളാണ് ഞങ്ങൾ, നിങ്ങളിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നേതാവ് കത്തയക്കുന്നു. 50കൾ കഴിഞ്ഞ് 2010കളായപ്പോ
13-ലെത്തിയപ്പോൾ നമ്മുടെ നേതാവ് അതേ വസിയത്തും കൊടുത്തുകൊണ്ട് ഉപാധ്യക്ഷനെ പറഞ്ഞേച്ചുകൊണ്ട് എല്ലാ പിന്തുണയും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചാനലിന് പതിച്ചു കൊടുക്കുമ്പോൾ, സിനിമകൾ നടത്തുന്ന ചാനലിന്, സീരിയലുകൾ നടത്തുന്ന ചാനലിന്, പെണ്ണിന്റെ ശരീരം കാണിക്കുന്ന ചാനലിന്, അതേ കുപ്പിവളയും പൊട്ടുവളയും പല പേരില്ലതാ, അതേ പല രൂപത്തിലുള്ള പല പരിപാടികളും സംഘടിപ്പിക്കുന്ന പേരിൽ മാത്രമാണ് വ്യത്യാസം. നടക്കുന്നതെല്ലാം എല്ലാവരും നടത്തുന്നത് ഒന്ന് തന്നെ. അതിന്റെ അടിയിൽ ഈ മഹത്തായ സംഘടനയെ കൊണ്ടുപോയി കെട്ടുമ്പോ അത് ശരിയായോ പ്രിയപ്പെട്ട നേതാക്കളെ? അതല്ലാതെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം. അതേ ആദർശ സ്നേഹികളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ആ ശരിയായ ആ തിരുത്തൽ ഞങ്ങളറിയില്ല. വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ പിന്നെ നമുക്കിത് സമൂഹത്തിന്റെ മുമ്പിൽ എത്രമാത്രം മാന്യതയുണ്ട്. അല്ലാഹു വലിയ പ്രതിഫലം തരൂലേ? അല്ല വലിയ പ്രതിഫലം തരൂലേ? അല്ല നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരൂലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുകയില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചങ്ങലക്കിടേണ്ട ചങ്ങലുകൾക്ക് അരുത് എന്ന് പറയേണ്ടുന്ന കൈകൾ തന്നെയും അത്തരത്തിലുള്ള ആളുകൾക്ക് പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് അവരുമായി കൂടിച്ചേരുന്നവരവസ്ഥ വരുമ്പോൾ, പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്കത് സഹിക്കാനാകുമോ? ഒരിക്കലും സഹിക്കാനാവില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ സ്നേഹം എവിടെ പോയി? അവിടുത്തോടുള്ള സ്നേഹം എവിടെ പോയി? അതേ മുടിയുമായിട്ടൊരു കൂട്ടർ വന്ന സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മളെന്തിനാ എതിർത്തത്? അത് ഞങ്ങളുടെ നേതാവിന്റെ മുടിയല്ല, അത് ഞങ്ങളുടെ നേതാവിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ മുടിയല്ല. ബോംബെയിലെ തെരുവീതികളിൽ നിന്ന് ഏതോ ജാലിയവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കാശും കൊടുത്ത് മേടിച്ചു വന്ന ഏതോ പെമ്പറന്നോളുടെ മുടിയാണ്, ഹബീബിന്റെ മുടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുടി വ്യവസായത്തെ പ്രതിരോധിക്കാൻ മുസ്ലിമേ നമുക്ക് സാധിച്ചത് നമ്മുടെ മുത്തു മുസ്തഫയോടുള്ള സ്നേഹമൊന്നുകൊണ്ടല്ലേ? മുടിയെ എതിർക്കുന്ന കാര്യത്തിൽ മാത്രം മതിയോ സ്നേഹം? ഹബീബ് അരുതെന്ന് പറഞ്ഞ മ്യൂസിക് ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കാനും വേണ്ടേ സ്നേഹം? അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ, വേദഗ്രന്ഥത്തിൽ പറഞ്ഞ നിയമങ്ങളിൽ ചിലത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ, ചിലത് നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നുവോ? ജൂതന്മാരുടെ സമ്പ്രദായത്തെ അള്ള എതിർത്ത് തോൽപ്പിച്ചതല്ലേ? ആ മാർഗത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ നാം അല്ലാഹുവിനോട് എത്രയാണ് അഭയം ചോദിക്കുന്നത്? ജൂതന്റെ തലയിൽ നിന്നാണ് ഈ ചലച്ചിത്രം വന്നത്, ജൂതന്റെ തലയിൽ നിന്നാണ് ഈ മ്യൂസിക്കുകൾ വന്നത്, അവന്റെ തലയിൽ നിന്നാണ് ഈ എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളും വന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ആ രൂപത്തിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം നമ്മൾ എല്ലാ അർത്ഥത്തിലും പ്രകടിപ്പിക്കുന്നു. മുടി കൊണ്ടുവന്നയാളോട് വ്യക്തിപരമായി എതിർത്തതല്ല നമ്മൾ, അയാളോട് വ്യക്തിപരമായി വിദ്വേഷം കൊണ്ടല്ല, ഹബീബിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എതിർത്തത്. അയാൾ ഇപ്പോൾ അത് ചെലവാകാതെ വന്നപ്പോ ഇപ്രാവശ്യം അയാൾ മുടി ജ്യൂസിൽ പ്രത്യേകമായി മണ്ണും കലക്കി. ഇപ്പൊ മുടി മണ്ണ് വെള്ളമാ കൊടുക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ പുറത്ത് വിതറിയിട്ടുള്ള ചന്ദനപ്പൊടിയും മണ്ണുമൊക്കെ വടിച്ചെടുത്തിട്ട് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ മുടിവെള്ളത്തിൽ ഞാൻ ആ മദീനയിലെ റസൂലുള്ളാഹിന്റെ കൗലയിലുള്ള ഖബറിന്റെ മുകളിലുള്ള ആ ചന്ദനപ്പൊടിയും മണ്ണും കൂടി സംസം വെള്ളവും കൂടി ചേർത്തിട്ട് മുടി സംസം ജ്യൂസാണ്, മണ്ണ് വെള്ളമാണ് കുറി കൊടുക്കുന്നത് എന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞപ്പോൾ നമ്മളതിനെ എതിർത്തു. എന്തുകൊണ്ട്? ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട്. സമ്മതിക്കില്ല ഞങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അപരാധം പറയാൻ സമ്മതിക്കില്ല. അവിടുന്ന് പറയാത്തത് പറയാൻ സമ്മതിക്കില്ല. അംഗീകരിച്ചിട്ടില്ലാത്തത് അംഗീകരിച്ചു എന്ന് പറയാൻ സമ്മതിക്കില്ല. കാരണം എന്തെന്നല്ലേ? ഞങ്ങൾക്കതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ അതാണ് ഞങ്ങൾക്ക് മാർഗം. ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളേത് ചിന്തിച്ചു നോക്കിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള നമ്മുടെ ബാധ്യത ഇസ്ലാമികമായി എത്രത്തോളം ഗൗരവതരമാണ്.
ആ രൂപത്തിലുള്ള കാര്യങ്ങളിലൂടെയെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ദൃശ്യാവാണ്. പലിശയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുവോ? പലിശക്കാരനാവോ? ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ആ ഇസ്ലാമികമായ മാർഗത്തിലൂടെ, രൂപത്തിലൂടെ അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്. ഒന്നിനെയും ഞങ്ങൾ എതിർക്കുകയില്ല. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാലോ അല്ലാഹുവിനോട് പറയാ, അല്ലാഹുവിനോട് മാത്രം, റബ്ബിനോടല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനും തേടാനുമില്ല. ആ കൃത്യമായ ഒരു അജണ്ടയും കൃത്യമായ ഒരു തത്വമായിട്ടാണ് മുജാഹിദുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയണം. എന്തിനു വേണ്ടി? നമുക്ക് നമ്മുടെ ഖബറിൽ സ്വസ്ഥത കിട്ടണം. ഖബറിൽ വിചാരണ നടക്കുമ്പോ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറാതെ ഉത്തരം പറയാൻ സാധിക്കണം. മഹ്ശറ കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്കതാ ഉത്തരം പറയാൻ സാധിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശക്ക് നമ്മൾ യോഗ്യരായിരിക്കണം, അർഹരായിരിക്കണം. ആ അർത്ഥത്തിലെല്ലാം ഇസ്ലാമികമായ രൂപത്തിലുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ഒരാൾക്കും നമ്മെ തകർക്കാനാവില്ല. എല്ലാ അധികാരികളുടെയും മീതെ അധികാരിയായിക്കൊണ്ട് അള്ളയാണുള്ളത്. ആരെ ഉയർത്തണം, ആരെ താഴ്ത്തണം എന്ന് അള്ളയാണ് തീരുമാനിക്കേണ്ടത്. ആര് പിരിച്ചുവിട്ടാലും, ആര് വിളിക്കരുതെന്ന് പറഞ്ഞാലും, ആര് തകർക്കണം എന്ന് പറഞ്ഞാലും, അതേ സ്ഥാനം കൊടുക്കേണ്ടതും പദവി കൊടുക്കേണ്ടതും എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ ചൊരിയേണ്ടതും അള്ള മാത്രമാണ്. പടച്ച റബ്ബിന്റെ മീതെ അധികാരമുള്ള ഒരധികാരിയും ഇല്ല. അതുകൊണ്ട് കൃത്യമായി ഇസ്ലാമികമായി നമ്മുടെ ബാധ്യത നാം നിർവഹിക്കുക. ഇസ്ലാമികമായി നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മുടെ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ പഠനങ്ങൾ ചെല്ലേണ്ടതുണ്ടോ എല്ലാ വിഷയവും പഠിക്കണം. അതിന് നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് കോഴ്സുകൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണം. പഠനം നന്നായി നടക്കണം. ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്, ഒരു പള്ളിയിൽ സൗകര്യമില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ, ഒരു സ്ഥലത്ത് സൗകര്യമില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത്, എവിടെയായിരുന്നാലും ഈ ദഅവത്തിൻ്റെതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. പടച്ചവന്റെ സഹായമുണ്ടാകും, അല്ലാഹുവിന്റെ സഹായമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത അല്ലാഹുവിന്റെ ദീൻ ശരിക്കും അറിയലാണ്, അതനുസരിച്ച് ജീവിക്കലാണ്, അത് ദഅവത്ത് നടത്തലാണ്. അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് ഉണ്ടാകണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. സർവശക്തൻ നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവന്റെ തുണ നമ്മിൽ ഉണ്ടായി തീരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله.